വേദത്തിലൂടെ പറഞ്ഞു. കുറച്ചും കൂടി വിശാലമായിട്ട് ഇതിഹാസ പുരാണങ്ങളിലൂടെ പറഞ്ഞു. അതിന് ശേഷമാണ് എഴുത്തച്ഛൻ അതിനെയൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് കിളിപ്പാട്ട് രൂപത്തിൽ പച്ച മലയാളത്തിൽ നമുക്ക് അധ്യാത്മരാമായണം കിളിപ്പാട്ടായിട്ടും ഭാഗവതം കിളിപ്പാട്ടായിട്ടും മഹാഭാരതം കിളിപ്പാട്ടായിട്ടും കൂടാതെ ഇത്തരം കീർത്തനങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞു തന്നു. ഇത് മാത്രമല്ല, എഴുത്തച്ഛൻ്റെ വേറെയും കീർത്തനങ്ങളൊക്കെ ഉണ്ട്. അക്ഷരമാലാക്രമത്തിലുള്ളത് തന്നെ, അക്ഷരക്രമത്തിലുള്ളത് തന്നെ വേറെയുണ്ട്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് പറയണം. ആദ്യം തന്നെ പറഞ്ഞു, ഇവിടെ ഒന്നേ ഉള്ളൂ. അതെന്താണ്? അത് ഈശ്വരനാണ്, ആ ചൈതന്യമാണ്, അത് ബ്രഹ്മമാണ്. അതിനെ പേരെടുത്തിട്ട് പറഞ്ഞാൽ എത്തില്ല. കാരണം വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ബ്രഹ്മം. പിന്നീട് ആ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞു, ഇവിടെ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് തന്നെയായിട്ട് എനിക്ക് തോന്നണേ, പലതായിട്ട് തോന്നാതിരിക്കണേ. എനിക്ക് ഒന്നിനെ ഇവിടെ പലതായിട്ട് കണ്ടു, പണ്ടേ കണക്കെ വരണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ 4 ശ്ലോകങ്ങൾക്ക് ശേഷം പറഞ്ഞു, ഹരിനാമകീർത്തനം ആണ് ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പാടാൻ പോകുന്നത്. അതിന് എന്ത് വേണം? ഗുരുനാഥൻ്റെയും ദേവകളുടെയും സജ്ജനങ്ങളുടെയും ഒക്കെ അനുഗ്രഹം വേണം. അതിനു വേണ്ടിയിട്ട് ഞാനിതാ അങ്ങയെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങ് ആരാണ്? ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഞാനിവിടെ പല ജന്മങ്ങളിലൂടെ പല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വട്ടം തിരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദകപ്പോള പോലെ, ജലത്തിലെ കുമിള പോലെയാണ്. എപ്പോഴാണ് ഇല്ലാതെ അറിയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഒന്ന് രക്ഷപ്പെടാൻ എന്താ വേണ്ടത്? തൊൽ ഭക്തിവർദ്ധനം ഉദിക്കേണമെൻ മനസ്സി, എൻ്റെ മനസ്സിൽ അങ്ങയുടെ ഭക്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞു. പിന്നീട് ആരാണ് ആ ഭഗവാൻ? നത്താരി മാനിനി മണാളനാണ്. എന്താ? ആ ലക്ഷ്മി ഭഗവതിയുടെ മണവാളനാണ് എന്ന് പറയണം. നത്താരി മാനിനിയുടെ, മാനിക്കപ്പെടുന്നവളുടെ മണവാളനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങ് ഭക്ത വത്സലനാണ്, അനന്തനാണ്, ആദിമധ്യാന്തങ്ങളില്ലാത്തവനാണ്. അങ്ങനെയുള്ള അങ്ങ് എൻ്റെ മനസ്സിൽ കളിപ്പന്തലിട്ടിട്ട് വിളയാടിയിടണേ അല്ലേ? അതുവരെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി 9ാമത്തെ ശ്ലോകം എന്താ? ഹരിശ്രീ ഗണയിലെത്തി. ഇനി എന്താ? പായാണ്. ബാക്കിയുള്ളതാണ് അടുത്ത ശ്ലോകം. 10ാമത്തെ ശ്ലോകമായിട്ട് വരും പാ. എന്താണ്? പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ചിപ്പവർ കുഷഠാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജ തമോഭേദരൂപഹരി നാരായണായ നമഃ. എല്ലാറ്റിൻ്റെ അവസാനം എന്താണ്? നാരായണായ നമഃ. ഹരി നാരായണായ നമഃ. ഇവിടെ വീണ്ടും ആ ഭഗവാനെ, ആ ഒരു ചൈതന്യത്തിനെ സത്വരജസ്തമോ ഭേദരൂപഹരി 3 രൂപത്തിലാക്കിയിട്ട് പറയുക. അതെങ്ങനെയാണ്? തമോഭേദ രൂപം, സത്വം, രജസ്, തമസ്, ഇങ്ങനെ 3 ഗുണങ്ങളുണ്ടെന്ന് പറയും. ഇതെല്ലാറ്റിലുണ്ട്, എല്ലാ ഭാവത്തിലുണ്ട്. അത് നമ്മുടെ വാക്കിലുണ്ട്, പ്രവൃത്തിയിലുണ്ട്, എല്ലാറ്റിലും ഉണ്ടെന്നാണ്. ഇപ്പോൾ പൂജയ്ക്കൊക്കെ ഉള്ള പത്മഡമ്പളുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന പച്ചക്കിളി പവിഴം. 3 നിറത്തിലാണ് പറയുക. പച്ച, ചുവപ്പ്, വെള്ള. ഇത് 3 ഗുണങ്ങളുടെ പ്രതീകമായിട്ട് പറയും. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടേതായിട്ട് പറയും. 3 എന്ന് കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താ? ഏതൊക്കെ രൂപത്തിലായാലും പച്ച, വെള്ള എന്ന് പറഞ്ഞാൽ സാത്വികമായിട്ടുള്ള വിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അടുത്ത് രജോ ഗുണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, തമോ ഗുണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇതിനൊക്കെ അപ്പുറത്താണ് അങ്ങ്. വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്ക് സത്വരജസ്തമോഭേദ രൂപഹരി നാരായണായ നമ. വിശ്വസ്ഥിതി, വിശ്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിനെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കണ സമയത്ത് ബ്രഹ്മാവ്, പിന്നെ അതിനെ പരിപാലിക്കുമ്പോൾ അറിയുന്ന പേര്, സംഹരിക്കുമ്പോൾ സംഹരിക്കില്ല, തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുമ്പോൾ അറിയുന്ന പേര് അതെന്താണ്? പരമേശ്വരനായിട്ട്. ഇങ്ങനെ 3 രൂപത്തിലായിട്ട് അങ്ങ് ഒന്നായിട്ടുള്ള അങ്ങ് 3ആയിട്ട് തിരിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിൽ ഓരോരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഏകനായിട്ടുള്ള അങ്ങ് തന്നെയാണ്. അങ്ങയെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇതാണ്
ഒരു തത്വം. ഇതാണ് ആ തത്വം എന്ന് പറയുന്നത്. ഏകനായിട്ടുള്ളവനാണ് അങ്ങ്, അങ്ങല്ലാതെ വേറൊന്നും ഇവിടെയില്ല. അങ്ങനെ അദ്വൈത ചിന്തയെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരികയാണ് അടുത്ത ഭാഗങ്ങളിൽ ആയിട്ട്. തുടക്കത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങയെ സംബന്ധിച്ചിട്ട് എന്താണ്? ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഉള്ളവനാണ്. ഈ തത്വത്തിനെ ആണ് നമ്മൾ അറിയേണ്ടത്. ഈ പ്രപഞ്ച ചൈതന്യത്തിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ അറിയേണ്ടത്. അതിന് എങ്ങനെയൊക്കെ ആയാലും ശരിയാണ് എന്നാണ്. ഏത് രൂപത്തിൽ പറഞ്ഞാലും അത് അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ്. ഇവിടെ മൂന്നായിട്ട് അറിയപ്പെടുന്നതും അങ്ങ് തന്നെയാണ്. പലതായിട്ട് തോന്നുന്നതും അങ്ങ് തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ ഏകനായിട്ടിരിക്കുന്നത് അങ്ങാണ്. ആ അദ്വൈത ഭാവത്തിനെ ഊട്ടി ഉറപ്പിക്കുകയാണ്. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കുഷഠാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോഭേദരൂപഹരി നാരായണായ നമാം. നമ്മുടെ ജീവനെ ഉയർത്തിയിട്ട് അമൃതത്വത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. ഷഠാധാരം കടന്നുപരി, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എത്തുക. ഇത് യോഗ സാധനയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണത്. നമ്മുടെ ജീവനിലെ ആ ചൈതന്യത്തിനെ ഉയർത്തിയിട്ട് ഷഠാധാരം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ശിരസിലേക്കൊക്കെ എത്തിയിട്ട് അതിനെ ഉയർത്തിയിട്ട് മുക്തനാകുന്ന ഒരു അവസ്ഥയാണ്. അതിലൂടെ എത്തിച്ചേരേണ്ടതും എങ്ങേണ്ടത് തന്നെയാണ്? അങ്ങയിലേക്ക് തന്നെ ആണ്. അതാണ് അവിടെ പച്ചക്കിളിപ്പവിഴം. അങ്ങാണെങ്കിലും ഇവിടെ സത്വഗുണം നിറഞ്ഞിട്ടുള്ള രൂപമായിട്ട്, തമോ ഗുണം നിറഞ്ഞിട്ടുള്ള രൂപമായിട്ട്, അതുപോലെ തന്നെ രജോ ഗുണം നിറഞ്ഞിട്ടുള്ള രൂപമായിട്ട് കാണുന്നുണ്ട്. അങ്ങാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ്. വിശ്വത്തിൻ്റെ പ്രളയത്തിനും സൃഷ്ടിക്കും, അതായത് ഉണ്ടാവലിനും നിലനിൽക്കലിനും ലയിക്കലിനും ഒക്കെ കാരണമായിട്ടുള്ളവനാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്ന് ചൊല്ലി നോക്കൂ. പച്ചക്കിളി ഇതാണ് ഏറ്റവും ഇതായിട്ട് അറിയേണ്ട തത്വം. എന്ത്? തുടക്കം മുതൽ പറഞ്ഞു, ആദ്യത്തെ ശ്ലോകം മുതൽ പറഞ്ഞു, ഏകനായിട്ടുള്ള രൂപമില്ലാത്ത ആ ഭഗവാനെ കുറിച്ച്, ബ്രഹ്മത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. നമുക്കത് പെട്ടെന്ന് എത്താൻ സാധിക്കില്ല. എല്ലാ തത്വത്തിൻ്റെയും ഉള്ളിൽ, എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഉദയം ചെയ്തിട്ടുള്ള ആ പൊരുളിനെ, ആ തത്വത്തിനെ, ആ ഭഗവാനെ അറിയാൻ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ കാര്യം നടക്കില്ല. അപ്പം അതിനുള്ള വഴിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ. ഇവിടെ എന്തിനെ കുറിച്ചിട്ടേ പറയുന്നു? ഇവിടെ ഒന്നിനെ കുറിച്ചിട്ടേ പറയുന്നുള്ളൂ, ഭഗവാനെ കുറിച്ചിട്ടേ പറയുന്നുള്ളൂ. ആ ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ എന്തു വേണം? അതാണ് അടുത്തത്. ഗുരുപദാന്തേ ഭജിക്കണം. ഗുരുവിനെ ആശ്രയിക്കണം, ഗുരുവിൻ്റെ പാദങ്ങളെ ആശ്രയിക്കണം. അപ്പൊ ഗുരുവിൻ്റെ പാദങ്ങളെ ആശ്രയിക്കണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇപ്പോൾ നമുക്കുണ്ടാവുന്ന ഈ ഒരു കാര്യമാണ്. അതിന് ജിജ്ഞാസുവായിരിക്കണം എന്നാണ് പറയുക. ഭാഗവതത്തിൽ പറയും, ഒരു ജീവൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവസ്യ തത്വജിജ്ഞാസ. ഈ തത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവണം. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാതും ഇച്ഛ, അറിയാനുള്ള ആഗ്രഹത്തിനെയാണ് ജിജ്ഞാസ എന്ന് പറയുക. അപ്പം നമുക്കിപ്പോൾ അതല്ലാതെ ഇവിടെ ജീവിക്കാം. എത്രയോ മൃഗങ്ങൾ ജീവിക്കുന്നില്ലേ? വെറുതെ തിന്നിട്ടും കുടിച്ചിട്ട് ജീവിക്കുന്നില്ലേ? അതുപോലെ ജീവിച്ചാൽ മതിയോ നമുക്ക്? അതുപോരാ. നമുക്ക് ഈ മനുഷ്യ ജന്മത്തിനെ സഫലമാക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. എന്നിട്ട് എവിടേക്ക് എത്തിച്ചേരണം? ഭഗവാനിലേക്ക് എത്തിച്ചേരണം. അപ്പം അതിന് ആദ്യം എന്താ വേണ്ടത്? എത്തിച്ചേർന്ന ആളുടെ, ഇല്ലെങ്കിൽ വഴി അറിയുന്ന ഒരാളോട് വഴി ചോദിക്കണം. അങ്ങനെയാണ് നമ്മുടെ ഇതിലൊക്കെ പറയുക. ഗുരുനാഥന്മാരൊക്കെ, നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ എന്താ പറയുക? ഞാനിതാ ഈ രീതിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്, എനിക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്, എനിക്ക് ആ ഫലം കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ സഹസ്രനാമം മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറയും. ഋഷി ഛന്ദസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. എന്താ ഋഷി? ഈ നാമം ചൊല്ലിയിട്ട് അതിൻ്റെ മെച്ചം നേടിയിട്ടുള്ള, അതിൻ്റെ ഫലപ്രാപ്തി നേടിയിട്ടുള്ള ആൾക്കാരെയാണ് അത് പറയുക.
അങ്ങനെ മന്ത്രങ്ങളൊക്കെ അങ്ങനെ കാണാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ്. അല്ലാതെ പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല, അനുഭവമില്ലാത്ത ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പം ജിജ്ഞാസുവായിട്ടുള്ള ഒരു ആള് എന്ത് വേണം? ഈ തത്വം അറിയുന്നതിന് വേണ്ടിയിട്ട് ഗുരുപദാന്തേ ഭജിക്കണം, ഗുരുവിൻ്റെ പാദങ്ങളെ ആശ്രയിക്കണം. അപ്പം ആ ഗുരു എന്ത് ചെയ്യും അല്ലേ? എന്ത് ചെയ്യുന്നുള്ള അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗുരു ഒരു വഴി പറഞ്ഞു തരും. എന്തിനുള്ള വഴിയാണ് പറഞ്ഞു തരിക? നോക്കൂ, എന്തിനുള്ള വഴിയാ? മൂന്നാമത്തെ വരി, മുക്തിക്കു തക്കൊരുപദേശം തരും. ഗുരുവിനെ സമീപിച്ച എന്താ കിട്ടുക? മുക്തിക്ക് തക്ക ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഗുരു, ഇതാണ് ഗുരു. മുക്തിക്ക് തക്ക ഉപദേശം തരുന്ന ആളാണ് ആളായിരിക്കണം ആര്? ഗുരു. അല്ലാതെ നമ്മളെ കർമ്മബന്ധങ്ങളിൽ പെടുത്തുന്ന ആളായിരിക്കരുത് ഗുരു. ഗുരു ഇത് പറഞ്ഞു തരുന്ന ആളെയാണ് എന്ത് പറയുക? ഗുരുവിനെ എന്ന് പറയുക. അപ്പൊ ഗുരുവിന്റെ യോഗ്യത എന്താ? മുക്തിക്ക് തക്ക ഉപദേശം തരണം. അപ്പൊ മുക്തി പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ മുക്തരാവണം എന്നാ പറയണത്. നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുള്ള വാക്കാണ് മുക്തി. മരിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടതല്ല മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ സന്തോഷത്തോടു കൂടി ഇരിക്കലാണ്. അപ്പം എന്താ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം? കാല് കെട്ടിയിട്ടിരിക്കുകയാണ്. എന്തിലാ കെട്ടിയിട്ടിരിക്കുന്നത്? 3 ഘട്ടം അത്ര നമുക്കുള്ളത്. അതൊന്ന് സമ്പത്തിനോട്, പിന്നൊന്ന് കുടുംബത്തിനോട്, പിന്നൊന്ന് ലോകത്തിനോട്. ഈ 3 കെട്ടും പൊട്ടിച്ചിട്ട് വീട്ടിലിരിക്കലാണ് എന്ത്? മുക്തി. അതെങ്ങനെ പൊട്ടിക്കുക? ഭാഗവതത്തിലൊക്കെ വിശദമായിട്ട് പറയും. ഇത് ടാബ്ലറ്റ് രൂപത്തിലാണ് ഇവിടെയൊക്കെ പറയുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഗണിച്ച് ഉണ്ടാക്കണം. അപ്പം എങ്ങനെയാണ് നമ്മളിന്ന് സ്വതന്ത്രനാവുക? കുടുംബം വേണ്ടേ? വേണം. വിവാഹം കഴിക്കണ്ടെന്നോ കുടുംബം വേണ്ടെന്നോ സമ്പത്ത് ഉണ്ടാവണ്ടെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. സമ്പത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് എങ്ങനെ കുറയ്ക്കണം? ഇതിന്ന് കിട്ടാൻ പോകുന്ന ദുഃഖമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കിട്ടിയ സമ്പത്തിൽ നിന്ന് കുറേശ്ശെ ദാനം ചെയ്തിട്ട് സമ്പത്തിനെ ശുദ്ധമാക്കണം. എങ്ങനെ സമ്പത്തിനെ ശുദ്ധമാക്കുക? 5-1 ഭാഗം ദാനം ചെയ്യണം, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എന്തായി? അപ്പോഴാണ് ആ കൊടുത്തതാണ് അത്ര കിട്ടുക. കൊടുത്തതേ കിട്ടൂ എന്നാ പറയുക. കൊടുക്കാത്തല്ല, കൂട്ടി വെച്ചതല്ല കിട്ടുക, കൊടുത്തതേ കിട്ടും. അപ്പം ബാക്കിയുള്ള 80 ശുദ്ധമായി. അപ്പം കുറേശ്ശെ എന്തായി? അറ്റാച്ച്മെൻറ്റ്, ഈ കെട്ടൽ കുറഞ്ഞു വരും. കുടുംബത്തിനോടുള്ളതോ? കുടുംബം വേണ്ടാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സ്നേഹപാശമിമം ചിന്തി എന്നാണ് കുന്തി സ്തുതിയിൽ പറയുക. സ്നേഹം പൊട്ടിക്കാനല്ല പറയുന്നത്. സ്നേഹം നല്ല വികാരം, നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കണം. സ്നേഹമാകുന്ന കെട്ട് പൊട്ടിക്കാൻ സാധിക്കണം. അതെന്താ? അതിൽ തന്നെ പെട്ടിട്ട് ഇരിക്കാൻ പാടില്ല. അടുത്തത് ലോകത്തിനോട് നമുക്കൊരു കെട്ടുണ്ട് എന്ന് പറയുകയാണ്. ഈ പ്രപഞ്ചത്തിനോട്, ലോകത്തിലെ വസ്തുക്കളോട് ഭയങ്കര കെട്ടാണ്. എന്തിനോട്? 2-3 ദിവസം ഒന്നിച്ച് കണ്ടാൽ തന്നെ എന്തായി? ഒരു കെട്ടായി അല്ലേ? ഇരിക്കണം കസേരയോട് വരെ നമുക്ക് എന്തുണ്ട്? വീട്ടിൽ ഒരു കെട്ടില്ലേ? ആ കസേര തന്നെ വേണം. കഷ്ണം നോക്കണം കത്തിയോടില്ലേ കെട്ട്? 12 കത്തിയുണ്ട് വീട്ടിൽ. ഏതേ പറ്റൂ? എനിക്ക് ആ തേഞ്ഞ് മാഞ്ഞു പോവാറായിട്ടുള്ള അതേ പറ്റൂ. അങ്ങനെ എന്താ? അങ്ങനെ ലോകത്തിലുള്ള വസ്തുക്കളോടുള്ള ഒരു കെട്ട്. ഈ 3 കെട്ടുകളെ പൊട്ടിച്ചിട്ട് എവിടെ ജീവിക്കണം? അവനവൻ്റെ വീട്ടിൽ തന്നെ സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന അവസ്ഥയാണ് മുക്തി. മുക്തനാവണം. അതിന് വേണ്ട ഉപദേശം ആര് തരും? ഗുരു തരും. ഗുരു വെറുതെ തരുമോ? എന്നാ എന്താ എനിക്ക് കിട്ടാത്ത? എനിക്കെന്താ അതിനുള്ള വഴി വരാത്ത എന്നാണെങ്കിൽ ഗുരു പദാന്തേ ഭജിക്കണം. എന്താ പദം എന്ന് പറഞ്ഞാൽ? ഗുരുപദം എന്ന് പറഞ്ഞാൽ വിനയത്തോട് കൂടിയിട്ട് ഗുരുവിനെ ആശ്രയിക്കണം. അപ്പം നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഗുരുനാഥന്മാരെയൊക്കെ കിട്ടുമെന്നാണെങ്കിൽ ഭഗവാൻ എല്ലാവരുടെയും ഗുരുനാഥനാണ് അല്ലേ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര. ഭഗവാൻ ഗുരുവാണ്. അനുഭവങ്ങൾ, ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ എന്താണ്? ഗുരുവാണ്. മഹാഭാരതമായാലും ഭാഗവതമായാലും ഇതിഹാസ പുരാണങ്ങളായാലും ഇത്തരം കീർത്തനങ്ങളായാലും അതൊക്കെ എന്താണ്? ഗുരുവാണ്. അപ്പം ഗുരുനാഥനെ എങ്ങനെയാണ് രക്ഷിക്കണേ എന്നുള്ളൊരു ഭാവത്തിൽ വിനയത്തോട് കൂടിയിട്ട്, അതാണ് ഗുരുവിൻ്റെ പാദങ്ങളിൽ. അതിൻ്റെ അർത്ഥം എന്താ? ഈ തലക്കനത്തോട് കൂടിയിട്ടല്ല വേണ്ടത്. നമ്മുടെ എല്ലാ കാര്യവും എങ്ങനെയാണ്? അമ്പലത്തിൽ വരുമ്പോൾ എന്താ ചെയ്യുക? നമസ്കാരങ്ങളാണ്. നമസ്കാരം ധാരാളം ഉണ്ടാവും. അങ്ങനെ ഗുരുപദാന്തത്തിൽ നമസ്കാരത്തോട് കൂടിയിട്ട് വേണം. ഇതിനാദ്യം എന്തുണ്ടാവണം? തത്വജിജ്ഞാസ ഉണ്ടാവണം.
തത്വജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ഗുരുവിനെ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവണം. അപ്പോൾ ഗുരുവും യോഗ്യതരാവണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഗുരു നമ്മളെ ഇതിലേറെ വലിയ പൊട്ടക്കിണറ്റിലേക്ക് പറഞ്ഞേക്കും. അതാണ് നമുക്കിപ്പോൾ അത് നല്ലോണം പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വിചാരം ആധ്യാത്മികത ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ കിട്ടാനുള്ള കച്ചവടം പോലെയാണ്. വരിക 10 ഉറുപ്പിക എന്തെങ്കിലും വഴിപാട് കഴിക്കുക, 100 ഉറുപ്പിക എന്തെങ്കിലും മേടിച്ചിട്ട് പോവുക, കിട്ടണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെയല്ല നമ്മുടെ ഭക്തി. നമ്മളിവിടെ വരുന്നത് പ്രാർത്ഥിക്കാൻ വരിക എന്നൊക്കെ ഈ അടുത്ത കാലത്ത് പറയാൻ തുടങ്ങിയ വാക്കുക. പണ്ട് നമ്മൾ തൊഴുകാനെന്നല്ലേ പറയുക. നമുക്ക് അർത്ഥനയൊന്നുമില്ല. നമ്മളെന്തിനാ വരുന്നത്? തൊഴുകാനാണ് വരുന്നത്. നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് ആർക്കറിയാം? ഭഗവാൻ അറിയാം. എല്ലാം അറിയുന്നൊരമ്മയോട് ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ലിസ്റ്റുമായിട്ട് വരാൻ പാടില്ല. ഭാഗവതത്തിൽ പറയും സവൈ പുംസാം പരോധർമ്മ. ഏറ്റവും വലിയ ധർമ്മം, ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹൈതുകി അപ്രതിഹതാ ഭക്തി. കാരണമില്ലാതെ തടസ്സമില്ലാതെ ഉള്ള ഭക്തിയാണ് ഭഗവാനിലേക്ക്. അല്ലാതെ എന്നത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടല്ല. അതുകൊണ്ട് ഗുരുവിനെ സമീപിച്ചാൽ എന്തുണ്ടാവും? അപ്പോൾ നമുക്ക് ഗുരു എന്തിനു പറ്റിയ ഉപദേശം തരും? മുക്തിക്ക് പറ്റിയ, മുക്തിക്ക് തക്ക ഉപദേശം തരും. അപ്പം എന്താ ഉണ്ടാവുക? ജനനം അറ്റിയിടും. പിന്നെ അവൻ എന്തില്ല? ജനനം അറ്റെന്ന് പറഞ്ഞാൽ മരണം ഉണ്ടാവില്ല. ജനിച്ചാലല്ലേ ഈ മരണം വേണ്ടു. ജനന മരണങ്ങൾ ഉണ്ടാവില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആര് പറഞ്ഞു കൊടുക്കും? ഗുരു പറഞ്ഞു കൊടുക്കും. അല്ലാതെ വേറെന്തെങ്കിലുമൊക്കെ വഴി പറഞ്ഞു കൊടുക്കണ ആൾക്കാരെ എന്തല്ല ഗുരു എന്ന് പറയാൻ സാധിക്കില്ല. ഗുരു എപ്പോഴും തന്നെ സമീപിക്കുന്ന ശിഷ്യനെ കാരണത്തോട് കൂടിയിട്ട് അല്ലാതെ ഭഗവാനെ ആശ്രയിച്ചിട്ട് മുക്തനാകാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അല്ലാതെ കർമ്മബന്ധങ്ങളിൽ പെട്ടിട്ട് വട്ടം തിരിയാനുള്ള വഴിയല്ല, ജ്ഞാനമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം എന്താ? ജനനമറ്റിയിടും. ജനന മരണങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും എന്ന് പറയണം. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടും അന്നവനു നാരായണായ നമ. അപ്പോഴാണ് അവൻ എന്ത് വരിക? ജനനം ഇല്ലാതെ എത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ ജനന മരണങ്ങൾക്ക് അതീതമായിട്ട് അമൃതത്വത്തിലേക്കുള്ള അവസ്ഥ എത്തിച്ചു തരുന്നത്. അതിനായിക്കൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണത്. അപ്പോൾ താ എന്നുള്ള അക്ഷരത്തിന്റെ ശ്ലോകമാണ്. നോക്കാം. വളരെ അർത്ഥതലങ്ങളുള്ള ഒരു ശ്ലോകമാണ്. അടുത്തത് നമുക്കൊരു സങ്കല്പമുണ്ട്. എന്താണ്? നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒരാളവിടെ എഴുതി വയ്ക്കുന്നുണ്ട് അല്ലേ? യമന് ഒരു ക്ലർക്കുണ്ട്. ക്ലർക്കിൻ്റെ പേരെന്താ? ചിത്രഗുപ്തൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അഭ്യർത്ഥന പോലെ പറയണം. അപ്പോഴേക്കും ഗണപതയെ എന്നുള്ള ഇതിലെത്തും. നാമകീർത്തനൊക്കെ ശരിക്കും അക്ഷരമാലാക്രമത്തിൽ ഇപ്പോഴും നമ്മൾ തുടങ്ങിയിട്ടില്ല അല്ലേ? അതെപ്പോഴാണ് തുടങ്ങുക? ആ എന്നുള്ള അക്ഷരം വരുമ്പോഴാണ്. അപ്പോൾ ഹരിശ്രീ ഗണപതയിലെ ഏലാണ്. അവിടെ എന്താ? എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ. ചിത്രഗുപ്തൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യമൻ്റെ കണക്ക് കണക്കൊക്കെ എഴുതി വെക്കണ ആളുടെ പേരത്ര. അപ്പോൾ നമ്മളുടെ മരണശേഷം ഇന്ന പാപങ്ങളുണ്ട്, ഇന്ന നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കണക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അത് എന്ത് കേൾക്കും? യമൻ അത് കേൾക്കും. യമൻ നല്ല ധർമ്മപതി എന്നാണ് പറയുക, ധർമ്മരാജാവ്. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ. ചിത്രമായിട്ട്, ഗുപ്തമായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി സൂക്ഷിക്കുകയാണ്, മനോഹരമായിട്ട് എല്ലാം കാണാതെ എഴുതി സൂക്ഷിക്കുന്ന ആള്. സമ്പൂർണ്ണ ലിഖ്യത ഗിരം കേട്ടു ധർമ്മപതി. അതിങ്ങനെ വായിക്കണ സമയത്ത് എമ്പക്കലുള്ള ദുരിതം പാർത്തു കാണും. അമ്പോരുഹാക്ഷ ഹരിനാരായണായ നമ. അല്ലയോ അമ്പോരുഹാക്ഷനായിട്ടുള്ളവനെ, താമര കണ്ണനായിട്ടുള്ളവനെ, എൻ്റെ
ആ സമയത്ത് എൻ്റെ ദുരിതങ്ങളെയൊക്കെ ഇല്ലാതെയാക്കിയിട്ട് എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു അപേക്ഷയാണ് ഇവിടെ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കേട്ടു ധർമ്മപതി എമ്പക്കലുള്ള ദുരിതം, ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ആ അക്കൗണ്ട് ബുക്കിലുള്ള ആ ദുരിതങ്ങളൊക്കെ അതൊക്കെ പാർത്തു കാണാം, അതിനൊക്കെ ഇല്ലാതാക്കിയിട്ട് അനുഗ്രഹിക്കണേ. അതിൽ നിന്നൊക്കെ എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്താതെ അതിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണേ. അങ്ങ് ആരാണ്? അമ്പോരുഹാക്ഷനാണ്, താമര കണ്ണനാണ്, ആ ഭക്തന്മാരെ ആ വാത്സല്യത്തോടു കൂടി നോക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ഒന്ന് ചൊല്ലി നോക്കൂ. എൻ പാപമൊക്കെ അറിവാൻ വിപുലമായിട്ടുള്ളൊരു ഒരുപാട് അർത്ഥതലങ്ങളുള്ളതാണ് അടുത്ത ശ്ലോകം. അവിടെ അവിടേക്കും എന്തായി? ഗണപതയെ കഴിഞ്ഞു. ഇനി എന്താണ്? നാക്ക് 2 പ്രാവശ്യം വരും നാട ശ്ലോകങ്ങളൊക്കെ. നക്ഷത്രപംക്തികളും ഇന്ദു പ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവും പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്ക എന്നടിമ നാരായണായ നമഃ. കുറേ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നക്ഷത്രപംക്തികൾ എന്താ? നക്ഷത്രങ്ങളുടെ വരി, അവരുടെ ഒരു ഗ്രൂപ്പ് ആകാശത്തേക്ക് നോക്കിയാൽ കാണാം. പിന്നെ അടുത്ത എന്താ? ഇന്ദുപ്രകാശം. ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ചന്ദ്രന്റെ പ്രകാശം പറഞ്ഞാൽ എന്താ? നിലാവ്. പിന്നെയോ ദിവാകരൻ, സൂര്യന്റെ പര്യായമാണ് ദിവാകരൻ. അർക്കൻ, സൂര്യൻ, ദിവാകരൻ, ഭാസ്കരനൊക്കെ സൂര്യന്റെ പര്യായമാണ്. ഇവരൊക്കെ നക്ഷത്രപംക്തികളും നക്ഷത്രങ്ങളും ചന്ദ്രന്റെ പ്രകാശവും ഒക്കെ അപ്രസക്താവും, ഒളിക്കും, കാണാനില്ലാതെയോ. എപ്പോ? ദിവാകരൻ ഉദിച്ചങ്ങ് ഉയർന്നളവ്. ദിവാകരൻ, സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ പ്രഭയ, ഇത് വളരെ ക്രമത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ പ്രഭ എപ്പോഴാണ്? അടുത്തത് വരുമ്പോൾ കുറച്ച് കുറയും. ചന്ദ്രൻ്റെ നിലാവ് വരുമ്പോൾ അല്ലേ, അതും അപ്രസക്താവും. എപ്പോ? സൂര്യൻ വരുമ്പോൾ. വളരെ ഗഹനായിട്ടുള്ള കാര്യത്തിൽ പറയുന്നത്. നക്ഷത്രത്തിൻ്റെ ഒന്നല്ല കാര്യം പറയണം. കാര്യം ഇങ്ങനെയൊക്കെ തുടങ്ങിയാലും പറഞ്ഞതൊന്നുമല്ല. ആദ്യം നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. ആ നക്ഷത്രങ്ങളുടെ ശോഭ നിലാവ് വരുമ്പോൾ കുറച്ച് കുറയും. സൂര്യൻ വരുമ്പോൾ മൊത്തത്തിൽ പോയി. പിന്നെ ആരെ കാണുള്ളൂ? ഒളിക്കും ദിവാകരൻ ഉദിക്കുമ്പോൾ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നും കാണാതെയാവും. ഇവരൊക്കെ പോയി എന്ന് പറഞ്ഞോ? ഒളിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവരാരും ഇല്ലാതെയാകുന്നില്ല. പക്ഷീഗണം, പക്ഷികളുടെ കൂട്ടം ഗരുഡനെ കണ്ടു. ഗരുഡനെ കണ്ടു കഴിഞ്ഞാൽ രക്ഷിക്കുക. എന്താ? ഗരുഡനെ, പക്ഷികളുടെ കൂട്ടം ഗരുഡൻ വന്നു കഴിഞ്ഞാൽ അവർ അപ്രസക്തായി. ഓരോരോ ആളുകൾ വരുമ്പോൾ, ഇതിൽ ഓരോരോ ഭാഗങ്ങൾ വരുമ്പോൾ തൊട്ട് മുമ്പിലുള്ള ഭാഗങ്ങൾ അപ്രസക്താവണം. അപ്പോൾ ഗരുഡൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഒരു അറിവ് ഗരുഡൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ വാഹനമാണ്. ശരിക്കും ഗരുഡൻ എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചന്ദോമയേന ഗരുഡേന. ചന്ദോമയമായിട്ടുള്ള ഉപനിഷത്ത് പ്രതിപാദ്യമായിട്ടുള്ള അറിവാണ് ഗരുഡൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ അറിവ് വന്നാൽ ബാക്കിയുള്ളത് എന്തായി? അപ്രസക്തമായി. ഏതപ്രസക്തമായി? നേരത്തെ പറഞ്ഞ പക്ഷികളുടെ കൂട്ടം അപ്രസക്തമായി. ഇവിടെ സൂര്യൻ, സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ, അഗ്നി, ഇങ്ങനെയൊക്കെ പല വാക്കുകൾ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ ഋഷിമാർ ഉപയോഗിച്ചിട്ടുണ്ട്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ജ്ഞാന സൂര്യനാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ജ്ഞാന അഗ്നിയാണ്. അപ്പൊ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ
എന്തു പോയി? ഗരുഡൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയൊന്നുമില്ല. എന്താ അതിൻ്റെ അർത്ഥം? ആ അറിവ് വന്നു കഴിഞ്ഞാൽ, ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒളിച്ചിരിക്കുന്ന പറഞ്ഞു അല്ലേ? ദിവാകരൻ വന്നപ്പോ, സൂര്യൻ വന്നപ്പോ നക്ഷത്രങ്ങളും ചന്ദ്രന്റെ പ്രകാശവും എന്തായി? ഒളിച്ചിരുന്നു. എപ്പോഴാ ആദ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. വരും. സൂര്യൻ പോയാൽ വരില്ലേ? ആരൊക്കെ വരും? ഇവരൊക്കെ വരും. നമ്മളെ ഇവിടെ എന്താ പറഞ്ഞത്? ഗരുഡനാകുന്ന ജ്ഞാനം. നമ്മുടെ വാഹനങ്ങളൊക്കെ വളരെ സിംബോളിക്കാണ്. ശിവനൊരു വാഹനമുണ്ട്. എന്താണ്? കാള. കാള എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് കാള. അപ്പൊ ശിവൻ ആരുടെ പുറത്താണ് സഞ്ചരിക്കുന്നത്? ധർമ്മത്തിൻ്റെ പുറത്താണ്. സരസ്വതി ദേവി വെളുത്ത താമരയിലാണ്. എന്താ താമര? വെളുപ്പൊക്കെ പറഞ്ഞാൽ എന്താ? ഹംസഭാവമാണ്. ഹംസ കേട്ടിട്ടില്ലേ? ഹംസഭാവം ഓരോ ഇതൊക്കെ പറഞ്ഞിട്ട് ഭജനകളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും. എന്താ ഹംസഭാവം എന്ന് പറഞ്ഞാൽ? ഹംസം എന്ന് പറഞ്ഞ ഒരു ജീവിയാണ്. പാലിനെയും വെള്ളത്തിനെയും വേർതിരിച്ചറിയാൻ കഴിവുള്ള ഒരു ജീവിയാണ് ഹംസം. അവിടെ പാലും വെള്ളം വേർതിരിക്കലല്ല ഇവിടുത്തെ പണി. ഇവിടെ എന്താണ്? ഈശ്വരനുമായി ബന്ധപ്പെട്ടവയും ഈശ്വരനുമായി ബന്ധപ്പെടാത്തവയും വിഷയങ്ങളും വിഷയങ്ങളല്ലാത്തവയും വേർതിരിച്ചറിയാൻ കഴിവുള്ള ആളാണ് ഹംസം. ആ ഒരു ഭാവത്തിലേക്ക് ഉയർത്തലാണ് അവിടെ. അതിൻ്റെ പുറത്താണ്, ഹംസഭാവത്തിൻ്റെ പുറത്താണ് ആരിയ്ക്കുന്നത്? ആ അറിവിൻ്റെ ദേവത ഇരിക്കുന്നത്. അത് ഉയർന്ന തലത്തിലെത്തുമ്പോൾ പരമഹംസമായി. അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസ. ഭാഗവതത്തിൽ ഓരോരോ അധ്യായത്തിൻ്റെ അവസാനം എന്താ പറയുക? പാരമഹംസ്യാം സംഹിതായ. ആ ഒരു ഭാവത്തിലേക്ക് ഉയർത്തുകയാണ്. അപ്പം അങ്ങനെ ജ്ഞാനപ്രകാശം വരുമ്പോഴും എന്തുണ്ട്? നമ്മുടെ ഉള്ളിൽ ഈ അതിനേക്കാൾ പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒളിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് തെളിയാന്ന് പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഹരിനാമകീർത്തനത്തിൻ്റെ ജ്ഞാനമൊക്കെ നേടി, ഇതൊക്കെ നേടി ഇങ്ങനെ പോകുമ്പോഴാണ് അപ്പോഴേക്കുമാണ് നമ്മളുടെ മനസ്സിൽ വേറെ കാര്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരും. എന്ത്? ഈശ്വരനല്ലാത്ത കാര്യങ്ങൾ, വിഷയങ്ങൾ നമ്മളെ പിടിക്കാൻ വരും. അപ്പോൾ എന്തു വേണം? വിഷയങ്ങൾ നമ്മളെ പിടിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ്. ഈ ദിവാകരൻ ഉദിച്ചിട്ടില്ലെങ്കിൽ, ദിവാകരൻ്റെ ശോഭ മങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു നമ്മുടെ മനസ്സിൽ കയറിയിരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം എന്നാണ്. അപ്പോൾ ഗരുഡൻ ശരിക്കും പക്ഷികളുടെ രാജാവാണ്. അതുപോലെ തന്നെ ദിവാകരൻ ജ്ഞാനസൂര്യനാണ്, അറിവാകുന്ന വെളിച്ചമാണ്. ധാരാളം ഇങ്ങനെ സൂര്യനെ കുറിച്ചിട്ടും ഈ ഗരുഡനെ കുറിച്ചിട്ടൊക്കെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇതിഹാസ പുരാണങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ധൃതരാഷ്ട്രർ അഗ്നിയിൽ വീണിട്ട് ശരീരം കോപിച്ചു, ശരീരം പോയി അല്ലേ? അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പറഞ്ഞാൽ തീരില്ല, അത്ര ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരിങ്ങനെ അഗ്നിയിൽ വീണു പോയി എന്ന് പറയും. എന്താ അത്? ധൃതരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കണ്ണ് പൊട്ടനുമാണ് ആള് അല്ലേ? 2 കണ്ണും കാണാത്ത ആളാണ്. അപ്പോൾ ആ ധൃതരാഷ്ട്രത്വം ആണ്. അതെങ്ങനെ പോവുക? ജ്ഞാനാഗ്നിയിൽ ഭസ്മമായിട്ട് പോകണം. അല്ലാതെ വെറുതെ ഏതോ വിറക് കത്തിയിട്ട് ആൾ മരിച്ചു എന്നുള്ളതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അതെന്താ? ജ്ഞാനാഗ്നിയിൽ ഇതൊക്കെ ഇല്ലാതെയാകണം. അപ്പം ഇവിടെ ഗരുഡനെ പോലെ, ഈ ഗരുഡൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഗരുഡൻ എപ്പോഴും വിഷ്ണുവിനോട് ചേർന്നിരിക്കുന്നവനാണ് അല്ലേ? ആ ഒരു അർത്ഥത്തിൽ. അപ്പം എന്ത് വേണം? വിഷ്ണുവിനോട്, ഭഗവാനോട് ചേർന്നിരിക്കണം. ഗരുഡൻ വന്നു കഴിഞ്ഞാൽ മറ്റു പക്ഷികളുടെ കാര്യം എന്തായി? അപ്രസക്തമായി. ഇതേപോലെ ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം വന്നു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ അപ്രസക്തമായി. ആ ജ്ഞാനം വരണമെങ്കിൽ നമ്മൾ അടിമഭാവത്തിലെത്തണം എന്ന് പറഞ്ഞാൽ ദാസഭാവത്തിലെത്തണം എന്നാണ്. കൃഷ്ണദാസനാവണം, ഇല്ലെങ്കിലോ രാമദാസനാവണം എന്നൊക്കെ പറയുന്ന പോലെ പേരിൽ പോരാ ദാസൻ. ഇതേപോലെ ദാസഭാവത്തിൽ ആവണം. അതാണ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്ക എന്നടിമ നാരായണായ നമ. അങ്ങനെ ആ ജ്ഞാനസൂര്യൻ എൻ്റെ മനസ്സിലും എന്ത് വേണം? ഉദിക്കണം എന്ന് പറയാം. അതിന് ഞാനിതാ അങ്ങയുടെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്നാണ്. അപ്പം ഇതിൽ 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം എന്താ പറഞ്ഞത്? ജ്ഞാനത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. രണ്ടാമത് ഗുരുവിനെ ആശ്രയിക്കണം എന്ന് പറഞ്ഞു. അപ്പം ജ്ഞാനം വേണമെങ്കിൽ എന്ത് വേണം? ആദ്യം ജ്ഞാനാണ് പറഞ്ഞത്. ദിവാകരൻ ഉദിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ ജ്ഞാനത്തിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു? ഗുരുവിനെ ആശ്രയിക്കണം. എങ്ങനെ വേണം? ദാസഭാവത്തിൽ, താൻ ദാസനാണ് എന്നുള്ള ഭാവത്തിൽ ഗുരുവിനെ
ആശ്രയിക്കണം എന്നാണ്. അപ്പം നമുക്ക് ഗുരുവിൽ നിന്ന് ഒരു ജ്ഞാനം ലഭിക്കും. ആ ജ്ഞാനം ലഭിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. അതെന്താണ്? വീണ്ടും അദ്വൈത ഭാവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണം. അടുത്ത ശ്ലോകം എന്താ? മാനായി. അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു അക്ഷരക്രമത്തിൽ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താ മനസ്സിലാവുക? ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. ഞാനും എൻ്റെ ഉള്ളിലുള്ള ജീവനും മറ്റുള്ള ഒരാളുടെ ഉള്ളിലുള്ള ജീവചൈതന്യവും ഒന്നാണെന്ന് അറിയും. മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവനും തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്കഹരി നാരായണായ നമഃ. അപ്പോഴാണ് നമുക്ക് ഈ സമഭാവന വരിക. എങ്ങനെ സമഭാവന വരിക? എല്ലാവരെയും ഒരേപോലെ കാണണം എന്നൊക്കെയുള്ള ഭാവന വരണമെങ്കിൽ വെറുതെ വരിക. അതെങ്ങനെ വരിക? തൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യവും അടുത്തിരിക്കുന്ന ആളുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യവും ഒന്നാണ് എന്നുള്ളൊരു ഭാവം വരും. മത് പ്രാണനും, എൻ്റെ പ്രാണനും, പരനും, അടുത്തിരിക്കണം മറ്റൊരാളും എങ്ങനെ വരും? തൽപ്രാണദേഹവും. ആ ദേഹം അനിത്യമാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആ ജീവ ചൈതന്യം നിത്യമാണ്. ആ ഒരു ബോധം നമുക്ക് വരും. അപ്പം നമുക്ക് എന്ത് വരില്ല? മറ്റൊരാളെ കുറ്റം പറയാൻ തോന്നില്ല, മറ്റൊരാളെ ബോംബിടാൻ തോന്നില്ല, മറ്റൊരാളെ കത്തിയും കൊണ്ട് കുത്താൻ തോന്നില്ല. ഇപ്പോൾ എപ്പോഴാണ് തോന്നാതിരിക്കുക? ഈ ഒരു ബോധം വരണം. ഞാനും എൻ്റെ അടുത്തിരിക്കുന്ന ആളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിലും ഈശ്വര ചൈതന്യമുണ്ട്. ഞാനും ഭഗവാന്റെ, നമ്മൾ പറയാറില്ലേ, ഈശ്വര സന്താനങ്ങളാണ് എന്നാണ് എല്ലാവരും. അതുപോലെ ഈശ്വര ചൈതന്യം എല്ലാറ്റിലും കാണാൻ സാധിക്കും. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും? ദേഹം, അതുപോലെ തന്നെ കളത്രധനം. കളത്രം എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ, വീട്ടുകാർ, ഭാര്യ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്താവും? അനിത്യമാണെന്ന് മനസ്സിലാവും. അതൊക്കെ നശിക്കുന്നതാണെന്ന് മനസ്സിലാവും. ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ ദേഹം എന്നും എന്നോടൊപ്പം ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ ഉണ്ടാവും, യൗവനമായിട്ട് തന്നെ ഉണ്ടാവും. വയസ്സാവാതെ ഈ ശരീരം എന്നും എന്നോടൊപ്പം ഉണ്ടാവും. ഈ ശരീരത്തിന് എന്തില്ല? നാശമില്ല. എനിക്ക് നാശമില്ല. നമ്മളുടെ വിചാരം എന്താ? മരണം ആർക്കേ ഉള്ളൂ? ബാക്കിയുള്ളവർക്കേ ഉള്ളൂ, നമുക്കില്ല. അപ്പോൾ എന്താ നമ്മുടെ വിചാരമാണ്? ഈ ശരീരത്തിന് നാശമില്ല, ഈ ശരീരം എന്നും എന്നോടൊപ്പം ഉണ്ടാവും, ഈ ശരീരം എന്നും എനിക്ക് സന്തോഷം തരും, എൻ്റെ സമ്പത്ത് എന്നും എന്നോടൊപ്പം ഉണ്ടാവും. അങ്ങനെ വിചാരിക്കേണ്ട എന്ന് പറയുകയാണ്. അതൊക്കെ എന്താണ്? ദേഹവും അനിത്യം കളത്രധനം. സമ്പത്തായാലും വീട്ടിലെ കുടുംബാംഗങ്ങളായാലും ദേഹമായാലും ഒക്കെ അതിലൊന്നും എന്ത് വിചാരിക്കണ്ട? എന്നും തന്നോടൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണെന്ന് പറയണം. സ്വപ്നാദിയിൽ പലതു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്കഹരി നാരായണായ നമഃ. ചില വരികളിലൊക്കെ കുറേശ്ശെ മാറ്റമൊക്കെ ഉണ്ടാവും. ചില ഗ്രന്ഥങ്ങളിൽ, ചില ബുക്കുകളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ അക്ഷരത്തിലോ വാക്കുകളിലൊക്കെ പുതിയത് വരണേലായാലും പഴയത് വരണേലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏത് രീതിയിൽ അതിൽ പറഞ്ഞുള്ളതെന്ന് അറിയില്ല. ഒരു പഴയ ഒരു കീർത്തനത്തിൽ, ഏറ്റവും പഴയ ഒരു പ്രിന്റിൽ പറയുന്നത്, മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവനു തത്പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്കഹരി നാരായണായ നമഃ. ആ ഒരു ഭാവത്തിലേക്ക്, അതായത് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് എന്നും തന്നോടൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ദേഹം തന്നെ ദഹിച്ചു പോകാനുള്ളതാണ്, വീട് തന്നെ വിട്ടിട്ട് പോകാനുള്ളതാണ് എന്നൊക്കെ ഉള്ളൊരു ബോധം നമ്മോടൊപ്പം ഉണ്ടാവണം. ഒരു വൈരാഗ്യം വരണം നമുക്ക്. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇതിൽ തന്നെ മയങ്ങിയിട്ട് അഹങ്കാരം കൂടിയിട്ട് അങ്ങനെ ജീവിക്കും. അപ്പം ഇതൊന്നും അത്രയ്ക്ക് വിശ്വസിക്കണ്ട. ഇതൊക്കെ നശിക്കുന്നതാണ്. ഈ പ്രപഞ്ചമേ, കാണുന്ന എല്ലാം എന്താണ്? താനുൾപ്പെടെയുള്ളതൊക്കെ നശിക്കുന്നതാണ് എന്ന് പറയണം.
അപ്പം ഇതോട് കൂടിയിട്ട് ഹരിശ്രീ ഗണപതയെ നമ എന്നുള്ള ആ ഭാഗം കഴിഞ്ഞു. അപ്പം ആദ്യത്തെ 4 ശ്ലോകം ഗുരുവിനെ വന്ദിച്ചു. പിന്നീടുള്ള ശ്ലോകങ്ങളിലൂടെ ആരെ ഹരിശ്രീ ഗണപതയെ നമ. എന്താ ഹരിശ്രീ ഗണപതയെ നമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഖ്യാക്രമത്തിൽ അതിൻ്റെ മൂല്യം കിടക്കുന്നത് ഓരോ അക്ഷരമൂല്യമുണ്ട് ഓരോ അക്ഷരത്തിന്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിൻ്റെ പ്രകാരം 51 അതിൻ്റെ അക്ഷരമൂല്യം. അതിൻ്റെ കണക്കിൽ പറയുന്ന മൂല്യം ഈ 51 അക്ഷരങ്ങളാണ് മലയാളത്തിൽ ഉള്ളത്. അപ്പോൾ ആ 51 അക്ഷരങ്ങളെയും ഒന്നിച്ചിട്ട് ചുരുക്കി പറയുന്ന ഒരു വാക്കാണ് ഹരിശ്രീ ഗണപതയെ നമ. അതാണ് നമ്മൾ വിദ്യാരംഭത്തിന് അതാണ് എഴുതുന്നത്. അപ്പോൾ 51 അക്ഷരങ്ങളെയും ചുരുക്കിയിട്ടുള്ള ഹരിശ്രീ ഗണപതയെ എന്നുള്ള ആ നമ എന്നുള്ള ആ ഭാഗം കഴിഞ്ഞു. ഇനി അക്ഷരമാലാക്രമത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ആദ്യത്തെ അക്ഷരം അതെന്താ? ആ. അൻപേണമെൻ മനസി ശ്രീനീലകണ്ഠ ഗുരു അമ്പോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിക. 51 ഓരോന്നിതെൻമൊഴിയിൽ അൻപോടു ചേർത്ത ഹരി നാരായണായ നമ. വളരെ ലളിതമായിട്ട് ഒറ്റ വായനയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അക്ഷരങ്ങളിൽ ഒരക്ഷരത്തിന് ഒരു ശ്ലോകം എന്നുള്ള ക്രമത്തിലാണിത് രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രാർത്ഥിക്കണം. എന്താണ്? 51 അൻപേണമെൻ മനസ്സി, എൻ്റെ മനസ്സിൽ അൻപ പറഞ്ഞ ദയ ഉണ്ടാവണം. ആരാണത്? ശ്രീനീലകണ്ഠ ഗുരു. ശ്രീനീലകണ്ഠൻ എന്നുള്ള ഗുരു പല രീതിയിൽ ആവാം. നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ അർത്ഥമുണ്ട്. എങ്ങനെ നീലകണ്ഠനായത്? ഏതോ ഒരു വേഷം കഴിച്ചിട്ടാണ് അല്ലേ? എന്ത് വേഷ? കാളകൂടം എന്നുള്ള വേഷം കഴിച്ചിട്ടാണ്. എപ്പോഴാണ് ആ വേഷം കഴിച്ചത്? ഒരു മഥനം നടത്തുമ്പോഴാണ്. പാലാഴി മഥനം നടത്തുന്ന സമയത്താണ്. അപ്പോഴാണ് ആ വേഷം കിട്ടിയതെന്നാണ്. അപ്പോൾ ആ നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ വേഷം കഴിച്ചിട്ട് കഴുത്തിൻ്റെ കണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ കളറിൽ കഴുത്തിൻ്റെ നിറം നീലയായിട്ട് മാറിയവനാണ്. അപ്പോൾ അവിടെ ഒരു കടയിൽ നടന്നു, മഥനം നടന്നു, ഇല്ലെങ്കിൽ ഒരു യുദ്ധം നടന്നു. ഏതാ യുദ്ധം? ദേവാസുര യുദ്ധമാണ്. ഇവിടെ മഥനം നടന്നു. അതെന്താ? ജ്ഞാനസാഗരത്തിൻ്റെ ഒരു കടച്ചിലാണെന്നാണ്. അങ്ങനെ ആ ജ്ഞാനത്തിൻ്റെ ആ ഗുരുവിൻ്റെ ഒരു യോഗ്യതയും കൂടിയും അതിൽ പറയാതെ പറയണം. ആ ജ്ഞാനസാഗരം കടഞ്ഞിട്ട് വിഷമൊക്കെ നീക്കിയിട്ട് വന്ന വിഷത്തിനെയൊക്കെ മാറ്റിയിട്ട് അമൃതാണ് അവിടെ കിട്ടാൻ പോകുന്നത് അല്ലേ? പാലാഴി മഥനം ചെയ്തിട്ട് എന്താ കിട്ടുന്നത്? അമൃതാണ് കിട്ടുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക്. ഇല്ലെങ്കിലോ പിതാവിൻ്റെ പേര് നീലകണ്ഠൻ എന്നാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയും ചില വ്യാഖ്യാനങ്ങളിൽ കാണാനുണ്ട്. പരമേശ്വരനെയാണ് അവിടെ നമസ്കരിക്കുന്നത് എന്ന് കാണാനുണ്ട്. ഗുരുവിനെയാണ് അവിടെ നമസ്കരിക്കുന്നത് എന്ന് പറയും. എന്തായാലും നീല എന്ന് പറഞ്ഞാൽ നീലയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട്. അനന്തതയുടെ പര്യായമായിട്ട് നീലയെ കുറിച്ചിട്ട് പറയും. ഇപ്പോൾ ആകാശം എന്താ? അനന്തമാണെന്നാണ്. അറിവ് ആദ്യം അവസാനങ്ങൾ ഇല്ലാത്ത, നമുക്ക് അറിയാൻ സാധിക്കാത്ത അത്രയ്ക്ക് വിശാലമായിട്ടുള്ളതാണ് ആര്? ഈ നീലയും ആകാശവും ഒക്കെ. അപ്പം നീലകണ്ഠൻ എന്നൊക്കെ പറഞ്ഞാൽ പരമേശ്വരനാവാം, അല്ലെങ്കിലോ അദ്ദേഹത്തിൻ്റെ പിതാവാകാം, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാവാം, ആ പേരാകാം. എന്തായാലും ശരി, ഒരുപാട് അർത്ഥതലങ്ങൾ അതിനുണ്ട്. അപ്പോൾ ഗുരുവിന് അനന്തമായിട്ടുള്ള ജ്ഞാനം വേണം. ഗുരുവിൻ്റെ യോഗ്യതയാവാം. അനന്തമായിട്ടുള്ള ജ്ഞാനമുള്ള ആളൊക്കെ ഒരു ശിഷ്യനത് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റൂ. അവിടെ വിഷ്ണുവിനെ സ്മരിച്ചു എന്നും പറയും. അമ്പോരുഹാക്ഷൻ, താമരക്കണ്ണൻ. അമ്പോരുഹാക്ഷൻ എപ്പോഴും ആരെ പറയുക? വിഷ്ണുവിനെയാണ് പറയുക. അപ്പോൾ പരമേശ്വരനെയും വിഷ്ണുവിനെയും ചേർത്തിട്ടുള്ള ഒരു സ്തുതിയായിട്ടും അതിൽ പറയും. എന്ത് വേണം? എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം. അൻപേണമെൻ മനസ്സി. എവിടെ വേണം? എൻ്റെ മനസ്സിൽ വേണം എന്നാണ്.
ആ മനസ്സിൽ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ നീലകണ്ഠ ഗുരു, ആ ഭഗവാന്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമേശ്വരനായിട്ടുള്ള അല്ലെങ്കിൽ നീലകണ്ഠനായിട്ടുള്ള ആ ഗുരുവിൻ്റെ എന്തിന് അംബോരുഭാക്ഷമിതി, അവിടെ വിഷ്ണുവിനെയും പറഞ്ഞു, താമരക്കണ്ണനായിട്ടുള്ള ആ ഭഗവാന്റെയും എന്തിനു വേണം 51 അക്ഷരവും ഓരോന്നിതെൻമൊഴിയിൽ അൻപോട് ചേർക്കഹരി നാരായണായ നമ. 51 അക്ഷരങ്ങൾ എടുത്തിട്ട് അക്ഷരമാലാക്രമത്തിൽ എനിക്ക് അങ്ങയെക്കുറിച്ച് കീർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ശ്ലോകമാണത്. ഒന്ന് ചൊല്ലി നോക്കൂ. അൻപേണമെൻ മനസി അടുത്തത് ആ എന്നുള്ള അക്ഷരത്തിനെ കുറിച്ചിട്ട് പറയുകയാണ്. ആ അക്ഷരം വെച്ചിട്ടാണ് ആദ്യക്ഷരത്തിലുള്ളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിലോരൊന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾക നാരായണായ നമ. ശരിക്കും അക്ഷരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് അക്ഷരം എന്നൊരു പര്യായം ഉണ്ടെന്നാണ്. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്. അപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? നശിക്കാത്തത് എന്താ? ഈശ്വരൻ, ഭഗവാൻ. അതിനെ ശരിക്കും പറയുക എന്താ? ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ്, ഭഗവാൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് എല്ലാം തന്നെ ആദ്യക്ഷരത്തിൽ എന്താ? പ്രണവത്തിനെയും പറയും. ഈ ബ്രഹ്മത്തിൻ്റെ ശബ്ദരൂപത്തിലുള്ള അവതരണമാണ്, സൂചനയാണ് എന്ത്? ഈ പ്രണവം എന്ന് പറയുന്നത്. അത് ഓങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യക്ഷരം ഓങ്കാരമായിട്ടും പറയാം, അതുപോലെ തന്നെ ബ്രഹ്മമായിട്ട് പറയാം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് ഭഗവാൻ തന്നെ. ആദ്യക്ഷരത്തിൽ, ബ്രഹ്മത്തിൽ എല്ലാം ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ കൊണ്ട് തന്നെ പിന്നെന്തായി? പിന്നത്തെ ആദ്യാക്ഷരം ആയപ്പോൾ എന്തായി? ഓരോ അക്ഷരമാലയിലെ ആ എന്നുള്ള ഈ എന്നുള്ള ക്രമത്തിൽ എടുത്തിട്ട് കീർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കൂ. അപ്പോൾ ബ്രഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് അക്ഷരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഓരോരോ സമയത്ത് ഓരോരോ രീതിയിലാണ് അതിൻ്റെ അർത്ഥം ഉണ്ടാവുക. എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ബ്രഹ്മം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മം. ഭഗവാന്റെ പര്യായമാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ പര്യായമാണ് ഭഗവാൻ. ആദ്യക്ഷരത്തിലുളവായുന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിലോരൊന്നെടുത്തു കീർത്തിപ്പതിന്നരുൾക നാരായണായ നമ. കീർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ നന്നായി. പരികീർത്തനം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ കീർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണേ. അപ്പോൾ ആരെ കീർത്തിക്കാൻ പറ്റുക? കീർത്തിക്കണമെങ്കിൽ അവതാരഭാവങ്ങൾ വേണം. അപ്പോൾ ആദ്യം എന്തായി? ആദ്യം ബ്രഹ്മം എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമുക്ക് ബ്രഹ്മം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അത് എങ്കിടെത്തിക്കുകയാണ് ഇനി? സഗുണഭാവത്തിലേക്ക്, നമ്മുടെ പരമേശ്വരനായിട്ടും ഭഗവതിയായിട്ടും ഗണപതിയായിട്ടും ഒക്കെയുള്ള സഗുണം അല്ലെങ്കിൽ രൂപത്തോട് കൂടിയിട്ടുള്ള ആ ഭാവത്തിലേക്ക് എത്തിക്കുകയാണ്. അതാണ് കീർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് പോവുക. ആദ്യം ബ്രഹ്മത്തിനെ കുറിച്ചിട്ടൊക്കെ പറയും, പിന്നെ നമുക്കത് അറിയാത്തത് കൊണ്ട് എന്താ ഇങ്ങോട്ട് ഇറങ്ങി നമ്മുടെ ലെവലിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദിദേവകളും, എന്താണ് ഇവിടെ കാണുന്ന ഈ പ്രപഞ്ചം. അടുത്ത ശ്ലോകം ഈ എന്നുള്ളതിൻ്റെയാണ്. ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദിദേവകളും അർക്കെന്തു വന്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ. ഈ കണ്ട വിശ്വം, ഈ കാണുന്ന പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ കാണുന്ന രൂപമാണ് ഈ പ്രപഞ്ചം. അത് ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചമായിട്ട് ലോകമായിട്ട് മാറിയിട്ടുള്ളത്. അതും ഇന്ദ്രാദി ദേവന്മാർ, ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാർ, അർക്കെന്തു വന്യകൾ, അർക്കെന്തു വന്യകൾ സൂര്യനായാലും അഗ്നിയായാലും അങ്ങനെയുള്ള ശക്തികൾ, ത്രിമൂർത്തികൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, ഇവയൊക്കെ അല്ലയോ ഭഗവാനെ വിരാട് പുരുഷ അങ്ങയുടെ ശരീരഭാഗങ്ങളാണ്. ഈ അക്ഷരത്തിൻ്റെ, ഈ ബ്രഹ്മത്തിൻ്റെ ശരീരഭാഗങ്ങളാണ്. ഭഗവാനെ അങ്ങനെ പറയുക. ഭഗവാനാൽ നിറയപ്പെട്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം. ഭാഗവത്തിൽ പറയും പാതാളമേതസ്യ ഹി പാദമൂലം. ഇവിടെ കുറേ ലോകങ്ങളുണ്ടെന്ന് പറയുക. ആദ്യം 3 ലോകങ്ങളെ കുറിച്ചിട്ടാണ് പറയുക.
ഭൂമി ഒന്ന്, ഭൂമിയുടെ താഴെ ഒന്ന്, ഭൂമിയുടെ മേലെ ഒന്ന്. എന്താ? ദേവലോകവും അസുരലോകവും. അപ്പോൾ അസുരലോകം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അസുക്കളിൽ രമിക്കുന്നവരാണ് അസുരന്മാർ. അസുക്കളെ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്ന ആൾക്കാർക്ക് അവരെ നമ്മൾ ഉയർന്നെന്ന് പറയാൻ പറ്റുമോ? അല്ലേ? ഇപ്പം ഇന്ദ്രിയങ്ങളിൽ രമിക്കുക, അതിലിങ്ങനെ അധികം താല്പര്യമായിട്ട് വൈകുന്നേരങ്ങളിൽ കുറച്ച് സേവയൊക്കെ കഴിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ എങ്ങനെ പറയുക? ഉയർന്നതെന്ന് പറയുമോ? അവർ താണതെന്ന് പറയും. ആ രീതിയിലുള്ളതാണ് എന്ത്? അസുരന്മാർ. അതാണ് അസുരഭാവം എന്ന് പറയുക. നല്ല സ്വഭാവമുള്ള ആൾക്കാർ, ഇതൊക്കെ കേട്ടിട്ട് സന്തോഷിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ, അവർ നോക്കുമ്പോൾ ഇവരെന്തായി? ഉയർന്നവരായി. ഇവിടെ വരുന്ന ആൾക്കാർ എന്താ? ദേവ ഇതായി. അതാണ് മേലുള്ള ലോകം, താഴെ ലോകം, ഭൂമി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിപ്പിനനുസരിച്ച്, ചിന്താഗതിക്ക് അനുസരിച്ചിട്ട് ഉയർന്നത് താണത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ലോകങ്ങളും, പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം തന്നെ എന്താണ്? അങ്ങാണ്. ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഈ കണ്ട വിശ്വം, ഈ കാണുന്ന പ്രപഞ്ചം, ഇന്ദ്രാദി ദേവന്മാര്, പിന്നെ സൂര്യൻ, അതുപോലെ തന്നെ അഗ്നി തുടങ്ങിയവര്, ബ്രഹ്മാവ്, വിഷ്ണു, ത്രിമൂർത്തികള്, ബ്രഹ്മാവ്, വിഷ്ണു, പരമേശ്വരൻ, ഇവരൊക്കെ പിന്നെ എന്താണ്? അങ്ങയുടെ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞ പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ രൂപം. ആ രൂപം തന്നെയാണ്, അങ്ങ് തന്നെയാണ് എന്ന് എനിക്ക് അറിയാൻ സാധിക്കണേ. ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ അത് ഓർക്കാൻ എനിക്ക് സാധിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ ഒരു ഭാവത്തിലേക്ക് എന്നെ എത്തിക്കണേ. കാരണം എന്താ? ഈ കാണുന്ന പ്രപഞ്ചം ഭഗവാനാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം ഉണ്ടാവണം. ജ്ഞാനം ഉണ്ടാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എത്താനുള്ള പല രീതികളും നമ്മുടെ ഇവിടെയൊക്കെ കാണാം. ഭഗവത്ഗീതയിലും ഒക്കെ പറയും അതിനൊരു യോഗമുണ്ട്. അതിനാണ് വിഭൂതി യോഗം എന്ന് പറയുക. വിഭൂതി യോഗം എന്ന് പറഞ്ഞാൽ വിശേഷേണ കാണുന്നതിൽ എല്ലാറ്റിലും ഭഗവാനെ കാണുക. വിഭൂതി യോഗം പറയുമ്പോൾ പറയും എല്ലാ മരങ്ങളിലും ഭഗവാനുണ്ട്. അത് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആൽമരത്തിൽ ഭഗവാനെ കാണുക. എല്ലാ പക്ഷികളിലും ഭഗവാനുണ്ട്. പക്ഷികളിൽ ശ്രേഷ്ഠൻ ഗരുഡനാണ് പറയും. അപ്പം എന്താ? ഗരുഡനിൽ ഭഗവാനെ കാണുക. അപ്പം എന്തായി? നമുക്ക് എല്ലാ പക്ഷിയിലും ഭഗവാനെ കാണാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ ആദ്യം പറയും ഗരുഡനിൽ ഭഗവാനെ കാണൂ. എല്ലാ മരത്തിലും ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മളോട് പറയും ആൽമരത്തിൽ ഭഗവാനെ കാണൂ. ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിട്ട് അവസാനം എന്തിലേക്ക് എത്തണം? എല്ലാറ്റിലും ഭഗവാനെ കാണാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതായത് സ്ഥൂലം, സൂക്ഷ്മം എന്നൊക്കെ പറയും. വലുതിൽ നിന്ന് ആ ഒരു വഴിയിൽ ഇങ്ങനെ പറഞ്ഞ് വിപുലമായിട്ട് ഇങ്ങനെ വന്ന് പോയിൻ്റായിട്ടുള്ള രീതിക്ക് എത്തുക. അതാണ് എല്ലാറ്റിലും. അത് വിഭൂതി യോഗം എന്നാണ് അതിന് പറയുക. ഒരുപാട് യോഗങ്ങളൊക്കെ നമ്മുടെ ഈശ്വര ആരാധനാക്രമത്തിൽ ഉണ്ട്. വിഭൂതി യോഗം ജ്ഞാനയോഗത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അതൊക്കെ പറയുക. അപ്പം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ബ്രഹ്മാവായാലും, നമ്മൾ പ്രപഞ്ച സൃഷ്ടി നടത്തുന്ന ആളെന്നാണ് പറയുക. ബ്രഹ്മാവിനെ ആ ബ്രഹ്മാവായാലും വിഷ്ണുവായാലും മഹേശ്വരനായാലും ഈ പറയുന്ന സൂര്യനായാലും ചന്ദ്രനായാലും അഗ്നിയായാലും എന്തൊക്കെ കണ്ടോ അതൊക്കെ അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയായിട്ടുള്ളത് അങ്ങാണ് എന്നുള്ള ആ കാരണത്തിനെ മനസ്സിലാക്കണം. കാരണത്തിനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ കാരണത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാറ്റിനെയും അറിയാൻ എളുപ്പത്തിൽ സാധിക്കും. ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദിദേവകളും അർക്കെന്തുവന്യകളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമഃ. ഈ ഓർമ്മ ഇല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യം പിടിക്കും. അതിന് പറയുന്ന പേര് മോഹം എന്നാണ്. ആ മോഹം പിടിക്കാതിരിക്കണം. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അപ്പൊ ഇതൊന്നും ചൊല്ലി നോക്കാം. ഇത് ഓർക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആളാണ് മോഹങ്ങൾ. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുക.
ഈ വന്ന മോഹമകലെ പോവതിന്നു പുനരിവണ്ണമുള്ളൊരുപദേശങ്ങളിലുലകിൽ ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരു നാമങ്ങളൊന്നൊഴികെ നാരായണായ നമ. നമ്മളിവിടെ മോഹങ്ങളുടെ വലയിൽ പെട്ടിട്ട് കിടക്കുകയാണ്. ആഗ്രഹങ്ങളുടെ ആ മോഹങ്ങൾ അകലെ പോകണം. അതിൽ നിന്ന് മോഹക്ഷയം ഉണ്ടാവണം, മുക്തനാവണം. അതിനുള്ള വഴി എന്താ? ജീവന് കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങൾ, ഇതാണ് അതിനുള്ള വഴി. ഒന്നൊഴികെ ഇതല്ലാതെ വേറെ വഴിയില്ല. എന്താ ഈ നാമങ്ങള്? കൃഷ്ണൻ, ഹരി, ഗോവിന്ദൻ, രാമ, ഇത്തരം നാമസങ്കീർത്തനങ്ങളിലൂടെ ഭക്തി ഉണ്ടാവണം. അതാണ് പറയുന്നത്. ഭക്തിയുടെ ഒരു പടിയാണ് നാമസങ്കീർത്തന ഭക്തി. ശ്രവണം, കീർത്തനം, കീർത്തനത്തിൽ വരും അല്ലേ. അപ്പൊ എന്താ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിലും നല്ലൊരു ഉപദേശമില്ല. ഈ ജീവന് എന്തിനു വേണ്ടിയിട്ടാണ് ജീവൻ ശ്രമിക്കേണ്ടത്? നാമജപത്തിലൂടെ ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി. അതിനുള്ള നാമങ്ങൾ എന്താ? കൃഷ്ണ. നാമത്തിന് തന്നെ പ്രത്യേകതയുണ്ട്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും ആകർഷിക്കുന്നവൻ. അങ്ങനെയാണെങ്കിൽ ആകർഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹരി. എന്താ ഹരിക്കുക? പാപങ്ങളെ ഹരിച്ചില്ലാതേക്കും. പിന്നെയോ ഗോവിന്ദനാണ്. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് ഗോവിന്ദൻ. ഗോവർദ്ധനത്തിനെ ഉയർത്തുമ്പോഴാണ് ആ പേര് കിട്ടുന്നത്. ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ എന്താ? ഗോ എന്നുള്ളതിന് 28 അർത്ഥമുണ്ടത്രേ. അതിലൊരു അറിവ്, ഒരു അർത്ഥം അറിവാണ്. പ്രത്യേകിച്ചും ഉപനിഷത്ത് പ്രതിപാദ്യമായിട്ടുള്ള അറിവ്. ആ അറിവ്, ആ ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ ഈ അറിവിനെ വർദ്ധിപ്പിക്കലാണ്. അറിവിനെ വർദ്ധിപ്പിച്ചപ്പോൾ എന്ത് തോന്നി? കണ്ട മലയിലും പിന്നെ എല്ലാറ്റിലും എന്തുണ്ട്? തൂണിലും തുരുമ്പിലൊക്കെ ഭഗവാനെ കാണാൻ സാധിച്ചു. അല്ലാതെ വെറുതെ എന്തോ ഒരു മല ഉയർത്തിപ്പിടിച്ചു, എന്തോ അതിൽ പോയിട്ട് അതിൻ്റെ താഴെ നിന്നൊന്നല്ല അതിൻ്റെ അർത്ഥം. ഈ കൃഷ്ണ ഏത് ഭാഗമായാലും ശരി, നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഒരുപാട് താത്വികമായിട്ട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പുറമെ പോയാൽ പോരാ, അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അറിവ് വർദ്ധിപ്പിക്കുക, അതായത് ജ്ഞാനം ഉണ്ടാവുക. അതാണ് ഗോവിന്ദൻ എന്ന് പറയാൻ. പിന്നെയോ അപ്പം എന്തുണ്ടായി? രാമനായി. രാമൻ എന്ന് പറഞ്ഞാൽ എന്താ? രമിപ്പിക്കുന്നവൻ, സന്തോഷത്തിലേക്ക് എത്തിക്കുന്നവൻ, ബ്രഹ്മാനന്ദത്തെ തരുന്നവൻ. എത്ര വിപുലമായിട്ടുള്ള അർത്ഥങ്ങളാണ് ജീവന്. ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരു നാമങ്ങളൊന്നൊഴികെ നാരായണായ നമ. വളരെ കൃത്യമായിട്ടാണ്, നല്ല ഓർഡറായിട്ടാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ജീവന് കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങൾ. ഈ നാമസങ്കീർത്തനത്തിലൂടെ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ നാമസങ്കീർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഭക്തിക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നാമസങ്കീർത്തനം ഭക്തിക്കായിട്ട്. അതിൽ തെറ്റുപറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. ഈ നാമസങ്കീർത്തനങ്ങളിലൂടെയുള്ള ശ്രവണം കീർത്തനം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലാകുമ്പോൾ എന്തില്ല? തെറ്റുപറ്റില്ല. ഭാഗവതത്തിൽ പറയും, ഇപ്പോൾ നമ്മൾ നാമമൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ വായിക്കുമ്പോൾ തെറ്റിയാലും കൂടിയും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറയുക. സവാഗ്യ സർഗോ ജനദാഖ സംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി. പ്രതിശ്ലോകം അബദ്ധവത്യപി. ശ്ലോകമൊക്കെ തെറ്റിയാലും കൂടി പേടിക്കണ്ട. എന്ത്? ഭഗവാനെ കുറിച്ചിട്ടുള്ളത് ആണെങ്കിൽ, ഭഗവാനെ കുറിച്ചിട്ടുള്ള നാമമാണ് നമ്മൾ പാടുന്നത് എങ്കിൽ സ വാഗ്യസർഗോ ജനദാഖ സംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി നാമാന്യനന്തശേഷവും ഗീതാനിയൽ. ആ അനന്തനെ കുറിച്ചിട്ടുള്ള ഭഗവാനെ കുറിച്ചിട്ടുള്ള നാമങ്ങളാണെങ്കിൽ അതിന് എന്തില്ല? ഇതൊന്നും നോക്കണ്ട. വ്യാകരണമോ നിയമങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിലൂടെ ഭഗവാനെ ആശ്രയിക്കാനാണ്, ഭഗവാന്റെ കീർത്തനങ്ങളിലേക്കാണ് പോകുന്നത് എങ്കിൽ കാരണം അവിടെ തെറ്റുപറ്റാനുള്ള സാധ്യതയില്ല. ഈ നാമജപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? ഏറ്റവും എളുപ്പമാണ്. ഈ നാമജപത്തിന് ഏറ്റവും എളുപ്പമാണെന്ന് മാത്രമല്ല, ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങളിലൂടെ ആ നാമജപത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടും ഒക്കെ പറയണം. ഇപ്പോൾ എനിക്കിതൊക്കെ ജപിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് നോക്കണ്ട. ഞാൻ മതമത്സരങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിലും ശരി, പേടിക്കണ്ട എന്ന് പറയണം. എൻ്റെ മനസ്സിൽ കുറച്ച് മാലിന്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് മാലിന്യങ്ങൾ? കാമം, ക്രോധം, മതം, മോഹം, മത്സരം തുടങ്ങിയവകൾ ഉണ്ട് എങ്കിലും പേടിക്കണ്ട, നാമം ജപിച്ചോളൂ. ഇനി ആ നാമജപത്തിൻ്റെ മാഹാത്മ്യമാണ് ഓരോരോ ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ വന്ന മോഹം, ഈ അജ്ഞാനം, മോഹം എന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്ന് അർത്ഥമുണ്ട്. ഈ അജ്ഞാനം, ഈ അറിവില്ലായ്മ പോവാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന് കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങൾ. അത് തന്നെയാണ് എന്നാണ്. അത് ചൊല്ലണ സമയത്ത് അത്യാവശ്യം ചീത്ത സ്വഭാവങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും പേടിക്കണ്ട എന്ന് തോന്നും. ആ രീതിയിലാണ് അടുത്ത ശ്ലോകം പറയുന്നത്. ഇതൊന്ന് കേട്ട് നോക്കാം.
അപ്പോൾ നമ്മൾ യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കണ്ട. അതാണ് അടുത്ത് പറഞ്ഞത്. ഉള്ളിൽ അപ്പോഴേക്കും ഊന്നുള്ള അക്ഷരായി. ഉള്ളിൽ കനത്ത മത മത്സര്യമെന്നിവകളുള്ളൊരു കാലമുടനെന്നാകിലും മനസ്സിൽ ചൊല്ലുന്നിതാരു തിരുനാമങ്ങളന്നവനു നല്ലുഗതിക്കു വഴി നാരായണായ നമഃ. നമ്മൾ മനുഷ്യന്മാരാണ്. ഉള്ളിൽ എന്തുണ്ടാവും? കുറച്ച് മത്സരബുദ്ധിയും കുറച്ച് കാമവും ക്രോധവും ഒക്കെ ഉണ്ടാവും. പേടിക്കണ്ട, ഇത് നാമം ജപിച്ചോളൂ. എന്നാൽ എന്തുണ്ടാവും? അന്നവന് നല്ലൂഗതിക്ക് വഴി. നാളെ തന്നെ നേരെ ഒന്നും വിചാരിക്കണ്ട. മെല്ലെ 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 നല്ല ഒരു ഗതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ നാമജപം സാധിക്കും. അതുകൊണ്ട് സാധിക്കുന്ന പറയണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായാലും കുഴപ്പമില്ല, അത് കളയണം എന്നാണ്. നാമജപത്തിലൂടെ അതൊക്കെ പോകുന്ന പറയുക. കാരണം ഈ നാമങ്ങളുടെ പ്രത്യേകത, നാമങ്ങളൊക്കെ ഭഗവാന്റെ സ്വഭാവങ്ങളാണ്, ഭഗവാന്റെ അവതാര ലീലകളാണ്. അതിലൂടെയൊക്കെ പറയുക. ഭഗവാന്റെ അവതാര ലീലകളിൽ എവിടെയും സ്വാർത്ഥത ഉണ്ടാവില്ല. തന്നെ മാത്രം രക്ഷിക്കണം, തൻ്റെ ഭാര്യയെ മാത്രം രക്ഷിക്കണം, തൻ്റെ ആൾക്കാർക്ക് മാത്രം നല്ലത് വരുത്തണം, അങ്ങനെ ഒരു പ്രവൃത്തി ഭഗവാന്റെ അവതാര ലീലകളിൽ എവിടെയും കാണാൻ സാധിക്കില്ല. അങ്ങനെ വരണ സമയത്ത് എന്താ ഉണ്ടാവുക? സ്വാർത്ഥത ഉണ്ടാവാത്ത ലീലകളാണ് ഭഗവാന്റെ ഉണ്ടാവുക. ആ നാമങ്ങളും ആ ലീലകളും ഇങ്ങനെ കീർത്തിക്കുന്നത് വഴി നമ്മുടെ മനസ്സിലെയും എന്തു പോവും? സ്വാർത്ഥത കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മുടെയും ദുരാഗ്രഹങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ എന്തായി? നല്ല ഗതിയായിട്ട് വരും. അത് ആരാണെങ്കിലും ശരി, പേടിക്കാനില്ല എന്നാണ്. ഉള്ളിൽ കനത്ത മത മത്സര്യമെന്നിവകൾ ഉള്ളൊരു കാലമുടനെന്നാകിലും മനസ്സി. നാമജപം എവിടെ നല്ലത്? മനസ്സിലാണ് നല്ലത്. 3 രീതിയിലുണ്ട് ജപം എന്നാ പറയുക. അത് ഒരു ഏറ്റവും നല്ല ജപം ഏതാണ്? മനസ്സിലാണ്. മനസ്സിൽ ഉപാംശു സങ്കീർത്തനം, ഇങ്ങനെ 3 രീതിയിലാണ് നാമജപത്തിനെ പറയുക. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പാടിയിട്ടുള്ള ഭജന. പിന്നെ അടുത്തത് എന്താ? ഉപാംശു എന്ന് പറഞ്ഞാൽ പതുക്കെ, ഏറ്റവും ആരും കേൾക്കാതെ മനസ്സിൽ ചൊല്ലുന്നത് തന്നെയാണ് മനസ്സിലായിട്ടുള്ള ജപം എന്ന് പറയുക. മാനസം ഉപാംശു സങ്കീർത്തനം, ഇങ്ങനെയാണ് 3 ജപങ്ങളെ കുറിച്ച് പറയുക. ഇതിൽ നമ്മളുടെ നാമജപം മറ്റുള്ള ഒരാൾ കേട്ടിട്ട് അയാളുടെ ശ്രദ്ധ പോകാൻ പാടില്ല. ഇപ്പോൾ അമ്പലത്തിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ചിലവരുടെ പ്രാർത്ഥനയൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ ശ്രദ്ധ പോകും. അത് പാടില്ല. നാമജപം എപ്പോഴും എവിടെയായിരിക്കണം? മനസ്സിലായിരിക്കണം. നമ്മുടെ ഭക്തി ഒരിക്കലും ഷോക്കുള്ള ഭക്തി ആവരുത്, മറ്റുള്ളവരെ കാണിക്കാനുള്ളതാവരുത്, അല്ലേ? മറ്റുള്ളവന് നമ്മളെ കൊണ്ട് ഒരു കുഴപ്പവും മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ചും അമ്പലത്തിലൊക്കെ വരുമ്പോൾ സമയത്ത് മറ്റുള്ള ഭക്തന്മാർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ എന്ത് വേണം? ഇവിടെ നാമജപത്തിനെ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത്? മനസ്സിൽ ഉള്ള ആ ഒരു നാമജപം, മാനസികമായിട്ടുള്ള ആ ഒരു നാമജപം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതാരാണോ ഉള്ളിൽ കനത്ത മത മത്സരങ്ങളോട് കൂടിയിട്ടാണെങ്കിലും ശരി നാമം ജപിച്ചു കഴിഞ്ഞാൽ അവന് നല്ല വഴി വരുന്ന പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയണമെന്നൊന്നുമില്ല. അറിഞ്ഞാൽ നന്നായി. അറിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. കുറച്ചും കൂടി അതിൻ്റെ തത്വം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഓരോന്നിൻ്റെയും പ്രത്യേകത. അറിയാതെ ചെല്ലിയാലും എന്തില്ല, ഒരു കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ തീയിനെ പോലെയാണ് പറയുക, തീക്കനലിനെ പോലെയാണ് പറയുക നാമജപത്തിൻ്റെയൊക്കെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ അറിയാതെ ഒരു തീക്കനലിൽ ചെന്ന് തൊട്ടു, പൊള്ളാതിരിക്കുമോ? എന്താ? അറിഞ്ഞിട്ടായാലും അറിയാതെ ആയാലും അത് അതിൻ്റെ ഗുണം കാണിക്കും. അതുപോലെ അറിഞ്ഞിട്ടായാലും അറിയാതെ ആയാലും നാമം ജപിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. അതിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് എന്താണ്? സ്ഥലവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് വേണം നാമമൊക്കെ ജപിക്കാൻ. അപ്പോൾ നല്ലൊരു ഭജന നടക്കുകയാണ് വിചാരിക്കുക, അപ്പോൾ കയ്യൊക്കെ അടിച്ചിട്ട് അവരുടെ ഒപ്പം നമ്മൾ കൂടണം. നല്ല സന്ദർഭം നോക്കണം, സ്ഥലവും നോക്കണം. അല്ലാതെ ഇപ്പോൾ ബസ്സിൽ പോവുകയാണ്, അപ്പോൾ എല്ലാവരും കേൾക്കത്തിൽ ശരണം വിളിച്ചുകൊണ്ട് പോയാൽ ശരിയാകും? ഇല്ല. അപ്പോൾ എന്ത് വേണം? സ്ഥലവും സന്ദർഭമൊക്കെ നോക്കണം. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഭാഗവത്തിലൊക്കെ കാണാം, ദേശത്തിനും കാലത്തിനും അനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്താണ്. അപ്പോൾ ഇവിടെ ഏത് രീതിയിലാണെങ്കിലും മാനസികമായിട്ടുള്ള മനസ്സിലുള്ള ആ നാമജപം ഏതൊക്കെ ആരാണ് ചൊല്ലുന്നത് എങ്കിലും അവർക്കൊക്കെ നല്ലത് വരുത്തും, അവരെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്ന് പറയുകയാണ്. അതാണ് ആ നാമജപത്തിൻ്റെ പ്രത്യേകത. ഒന്ന് ചൊല്ലി നോക്കൂ. ഉള്ളിൽ കനത്ത മതം അടുത്തത് പറയാണ്, നാമം ജപിക്കാൻ വേണ്ടിയിട്ട് നികുതി അടച്ച റെസീറ്റ് വേണോ? വേണ്ട. എന്തൊക്കെ വേണ്ട എന്നാണ് അടുത്തത് പറയുന്നത്. അപ്പോഴേക്കും അക്ഷരം എന്തായി? ഊ എന്നായി.
ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു, നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ എന്തേ വേണ്ടു? നാവേ വേണ്ടു. ഊര് പറഞ്ഞ ഒരു പ്രദേശം, അത് ഇന്ന പ്രദേശത്ത് ഇന്ന സ്ഥലം വേണമെന്നില്ല നാമം ജപിക്കാനേ. ഇന്ന സ്ഥലത്തിരുന്ന് ജപിക്കണം നിർബന്ധമില്ല. പിന്നെയോ അടുത്ത എന്താ? ചില ഭാരങ്ങൾ വേണ്ട. ഭാരം എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ. എന്തെങ്കിലും ഉപകരണം വേണം നാമം ജപിക്കാൻ. ഇപ്പോൾ പൂജയൊക്കെ ആണെങ്കിൽ ചില ഉപകരണങ്ങളൊക്കെ വേണം. എന്ത് വേണം? കൊടമണി വേണം, ധൂപക്കുറ്റി വേണം, അല്ലേ? അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വേണം. ഹോമാണെങ്കിലോ വേറെ കുറച്ച് സാധനങ്ങൾ വേണം. നാമജപത്തിന് ഇത് വല്ലതും വേണോ? ഇന്ന സ്ഥലം വേണമെന്നുണ്ടോ? എവിടെ ഇരുന്നിട്ടും ആവാം. ബസ്സിലിരുന്നിട്ടോ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബസ്സിലിരുന്നിട്ട് ഉറക്കൊന്നും ജപിക്കരുത്, അല്ലേ? ഉറക്കം ജപിച്ചാൽ എന്താ വിചാരിക്കുക ആളുകൾ? നമുക്ക് വട്ടാണെന്ന് വിചാരിക്കും. ഊരിന് വേണ്ട, ഇന്ന സ്ഥലം എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ചില ഭാരങ്ങൾ വേണ്ട. എന്താ ഭാരം എന്ന് പറഞ്ഞ ഉപകരണങ്ങൾ, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വേണ്ട. നീര്, വെള്ളം, അല്ലേ? വെള്ളം അങ്ങനെ എന്തെങ്കിലും മറ്റ് വസ്തുക്കളൊന്നും വേണ്ട. നാമജപത്തിന് വെള്ളം വേണ്ട പറഞ്ഞാൽ എന്താ? ഈ ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കണ്ട എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയൊക്കെ കാണാം പല ഭാഗത്തും. നമുക്കൊക്കെ അത് ഇത്തിരി കൂടുതലാണ്. നീരിന്നു വേണ്ട നിജധാരങ്ങൾ, അവനവൻ്റെ എന്ന് പറയുന്ന ആളുകളെയാണ് നിജധാരങ്ങൾ. ഭാര്യ, മക്കള്, ഇല്ലെങ്കിൽ കുടുംബക്കാർ, ഇവരൊന്നും തന്നെ എന്തിനു വേണ്ട? നാമജപത്തിന് വേണമെന്നില്ല. ഇവരുടെയൊക്കെ സഹായം കിട്ടിയിട്ടേ ഞാൻ നാമം ജപിക്കുള്ളൂ എന്ന് ചിന്തിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് വേണ്ട? കുളിച്ചോ കുളിച്ചില്ലെന്നും കൂടി നോക്കണ്ട. അതാണ് നീരിന് വേണ്ട പറഞ്ഞാൽ ജലത്തിനെ കൊണ്ടുള്ള കാര്യങ്ങളും കൂടി നോക്കണ്ട. കാരണം എന്താ? നമുക്ക് ഭഗവാനെ കുളിക്കാതെ നാമം ജപിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതിലും കൂടി നിയമങ്ങളില്ല എന്ന് പറയണം. അത്ര സിമ്പിളാണെന്ന് പറയണം. കുളിച്ചു വരാനൊക്കെ പറയും ചിലവരോടൊക്കെ നാമം ജപിക്കുമ്പോൾ, അല്ലേ? ഭാഗവതത്തിലുണ്ട് ഒരാളോട്, ധ്രുവനോട് ശരിക്കും കുളിച്ച് വന്നിട്ട് എന്ന രീതിയിൽ തപസ് ചെയ്യണം എന്നൊക്കെ പറയും. ഇവിടെ രാമായണത്തിൽ ഒരാളോട് വാൽമീകി രത്നാകരനോട് പറഞ്ഞു കുളിച്ചു വരൂ, തപസ് ചെയ്യുക, എന്നിട്ട് നാമം ജപിക്കുക പറഞ്ഞില്ല. അതെന്താ? ഓരോരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണത്. അപ്പോൾ ഈ നാമം തന്നെ മന്ത്രമായിട്ട് ചൊല്ലുമ്പോൾ അതിന് കുറച്ച് ചിട്ടയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഛന്ദസ്, ഋഷി, ദേവത എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭാഗവതത്തിലൊക്കെ ചില മന്ത്രങ്ങൾ പറയും. നാരായണ കവചം ഒരു മന്ത്രമാണ്. ആ മന്ത്രം ചെല്ലുമ്പോൾ അത് ആ രീതിയിൽ ചെല്ലണം മന്ത്രമായിട്ട്. സ്തുതിയാവുമ്പോഴോ വെറുതെ വായിക്കുകയാണെങ്കിൽ ഇതൊന്നും നോക്കാനില്ല. അത് കൃത്യമായിട്ട് അക്ഷരത്തെറ്റില്ലാതെ വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മറ്റത് അങ്ങനെയല്ല, ആ ഉപാസനമാണ്. ആ ചില പടികളൊക്കെ ഉണ്ട്. അതാണ് ഈ പൂജയ്ക്കൊക്കെ ഇവിടെ പിടിക്കുക അങ്ങനെയൊക്കെ ചിലതൊക്കെ കാണിക്കാനൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ അതിൻ്റെ സ്റ്റെപ്പുകളാണ്. അതിന് പല രീതികളുണ്ട്. ഇന്ന രീതിയിൽ വേണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മന്ത്രദ്രഷ്ടാവിനെ ഓർമ്മിക്കണം. ഋഷി, ഛന്ദസ്, അതിൻ്റെ ആ ഒരു വൃത്തത്തിനെ കുറിച്ച് ഇന്ന രീതിയിൽ വേണം എന്നൊക്കെ ഉണ്ട്. ദേവത ഉണ്ട്. ആ ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് ചെയ്യുക. അപ്പം നാമജപത്തിന് എന്ത് വേണ്ട? അതിന് ഇതൊന്നും നോക്കാനില്ല. ഇന്ന സ്ഥലത്ത് വേണമെന്നുണ്ടോ, ഇല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ വേണമെന്നില്ല, ഇന്ന രീതിയിൽ വേണമെന്നില്ല, ഒപ്പം ആൾക്കാർ വേണമെന്നില്ല. നാരായണാച്യുത ഹരേ എന്നതിന് എന്തേ വേണ്ടു? നാവേ വേണ്ടു. നമ്മുടെ അടുത്ത് അതില്ലേ? ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും 1,000,000 കോടി തവ തിരുനാ. എത്ര നാമങ്ങളുള്ളത്? ജ്ഞാനപ്പാനയിൽ ചോദിക്കും, നാവു കൂടാതെ ജന്മമതാകയോ, നമുക്കിന്നി വിനാശമില്ലായ്കയോ. നാവില്ലാത്തതാണോ ജന്മം? വെറുതെ ഇരിക്കുമ്പോഴൊന്നും ചെല്ലാൻ പറയും. ഇല്ലെങ്കിലോ മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും എങ്ങനെങ്കിലും ചൊല്ലൂ. കാരണം എന്താ? ഇത് കുറേശ്ശെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. നമ്മൾ ആരുടെ നാമം ചെല്ലുന്നത്? ഭയങ്കര ശക്തിയാണ് നാമത്തിനെന്നാണ്. ഒരിക്കൽ ശിവാനന്ദ സ്വാമിജിയോട്, ഇന്നത്തെ സന്യാസി ശ്രേഷ്ഠന്മാരുടെയൊക്കെ ഗുരുവാണ് ശിവാനന്ദ സ്വാമികൾ, ഋഷികേശിൽ. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, ഈ നാമജപത്തിനൊക്കെ എന്താ സ്വാമി നാമൊക്കെ ജപിക്കണം, ഇതൊക്കെ എന്താ വാക്കുകളല്ലേ, ഇതിനൊക്കെ എത്ര ശക്തി ഉണ്ടോ ചോദിച്ചു. അദ്ദേഹം പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. അപ്പം അദ്ദേഹം പിന്നീട് പറഞ്ഞതാണ്, ഒരാൾ അടുത്തു കൂടെ പോവുകയാണ്, കുറച്ച് അപ്പുറത്ത് കൂടെ പോവുകയാണ്. അപ്പോൾ അയാളെ പൊട്ടാന്ന് വിളിച്ചു എന്നാണ്. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കിയില്ല, ഒന്നുകൂടിയും കൈയോട്ടിട്ട് പൊട്ടാ എന്ന് വിളിച്ചു. അപ്പോഴും അയാൾ അത്ര ശ്രദ്ധിച്ചില്ല. മൂന്നാമതും വിളിച്ചപ്പോൾ അയാൾ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നു അത്ര.
എന്ത് പൊട്ടനാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചോദിക്കുകയാണ്, എവിടുന്ന് ഇപ്പം ഈ പൊട്ടൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? അപ്പോഴേക്കും അയാളുടെ മനസ്സിൽ ഇത്ര മാറ്റം വരുത്താൻ എന്ത് ശക്തിയാണ് ആ വാക്കിനുള്ളത്? പൊട്ടൻ എന്നുള്ള ആ വാക്ക് അതിൻ്റെ ഒരു ഗുണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഏതാത്? പൊട്ടത്തരം. അപ്പം എന്താ, ഇത് കേട്ട ആൾക്ക് മര്യാദയ്ക്ക് നടന്നു പോണ ഒരു സാധാരണക്കാരനെ 3 or 4 പ്രാവശ്യം പൊട്ടൻ എന്ന് വിളിച്ചപ്പോൾ അയാൾ പൊട്ടിക്കാൻ പാകത്തിൽ ഇങ്ങോട്ട് വന്നു. അപ്പം എന്താ ഈ മാറ്റം വരുത്താൻ എന്താ കാരണം? അത് ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാമങ്ങളൊക്കെ എന്താ? സഹസ്രനാമം എന്താ? വിശ്വം, പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുക. വിഷ്ണു, വ്യാപരിച്ച് നിൽക്കുക. ഭൂതഭവ്യഭവത് പ്രഭു, ഭൂതകാലത്തിലും ഭാവി കാലത്തിലും വർത്തമാനകാലത്തിലും ഒരു മാറ്റവുമില്ലാതെ പ്രഭുവായിട്ടിരിക്കുന്നവൻ. അനന്തമായിട്ടുള്ള ഗുണങ്ങളാണത്. അപ്പം ഈ നാമം, ഈ ഒരു പ്രത്യേകിച്ച് ഒരു പൊട്ടത്തരവുമായി ബന്ധപ്പെട്ട ഈ ഒരു വാക്കിന് എത്ര ശക്തി ഉണ്ടെങ്കിൽ അനന്ത ഗുണങ്ങളുള്ള ഭഗവാന്റെ നാമത്തിന് എത്ര ശക്തി ഉണ്ടാവും എന്ന് ചോദിച്ചു എന്നാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ ഒരു ജ്ഞാനാനന്ദ സ്വാമികൾ ജപയോഗം എന്ന് പറഞ്ഞിട്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ അതിൻ്റെ ഒരു ആമുഖത്തിൽ കാണുന്നതാണ്. അപ്പോൾ എന്തായാലും അതാണ് നാമജപം. നാമമല്ല അതൊന്നും. അതൊക്കെ എന്താണ്? ഭഗവാന്റെ അനന്തമായിട്ടുള്ള ഗുണങ്ങളാണ് അതൊക്കെ. അതാണ് പിന്നീട് നമ്മൾ നാമമായിട്ട് പറയുന്നത്. അപ്പോൾ ആ നാമജപത്തിന് എന്ത് വേണ്ട? വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ചും കലികാലത്തിൽ നമ്മളെ സംബന്ധിച്ച് വേറെ ഒരുപാട് പ്രവൃത്തികളുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. ഉപജീവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തികൾ. സമയമൊന്നും നമുക്കങ്ങനെ നോക്കാനേ പറ്റില്ല. ഇപ്പോൾ സന്ധ്യയ്ക്ക് നാമം ജപിക്കണം, ആ സമയത്ത് ഭാഗവതം വായിക്കണം, ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്കതൊന്നും ചിലപ്പോൾ എത്തിയെന്ന് വരില്ല, കാലം മാറി. എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുക അതാണ് നല്ല സമയം. എപ്പോഴാണ് ചോദിക്കും, കുറച്ച് വേറൊരു ഭാഗത്താണ്, ഇവിടെ അല്ല വേറൊരു ഭാഗത്ത് പറയും, എപ്പോഴാണ് നല്ല സമയം എന്ന് ചോദിക്കും. നാമം ജപിക്കാൻ എപ്പോഴാണ് നന്നായിട്ട് പറ്റണത് അതാണ് നല്ല സമയം. ഏതാ നല്ല ദേശം? ഹരിയുടെ അർച്ചന എവിടെ നടക്കുന്നത് അതാണ് നല്ല ദേശം. ഏതാ നല്ല സമയം? ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണോ സമയം കിട്ടുന്നത് അതാണ് നല്ല സമയം. അല്ലാതെ നമ്മൾ വിചാരിക്കണ പോലെ കലണ്ടർ ഒന്നും നോക്കിയിട്ടൊന്നല്ല. അത് രാവിലെയും അല്ലെങ്കിൽ സമയമൊക്കെ ആപേക്ഷികമാണ്. ഇപ്പം ഇവിടെ ഇപ്പോൾ എത്ര വെച്ചാൽ ഇവിടെ ഇപ്പോൾ 8 മണിയാണെങ്കിൽ അടുത്ത പ്രദേശത്ത് ഇല്ലെങ്കിൽ അടുത്ത രാജ്യത്തിൽ ഇപ്പോൾ 8 മണിയൊന്നുമല്ല. ഗൾഫിൽ ഇപ്പോൾ 8 ആണോ? അല്ല, അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. നീ സമയമോ അല്ലെങ്കിൽ ദിക്കോ ഒന്നും നോക്കണ്ടെന്നാ പറയുക. പൂന്താനം വളരെ ലളിതമായിട്ട് പറയും, ഏതു ദിക്കിലിരിക്കിലും തന്നെ നാവുകൊണ്ടിതു ചൊല്ലിയെന്നാകിലോ. കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ വടക്കാട്ടോ ഒന്നും നോക്കണ്ട. നോക്കൂ, എൻ്റെ മുൻവശം, ഇപ്പം എൻ്റെ വീട് ഒരു റോഡിൻ്റെ സൈഡിലാണ്. എൻ്റെ മുൻവശം ഞാൻ പറയും എൻ്റെ കിഴക്ക് വശത്താണ് റോഡാ പറയും. എൻ്റെ അങ്ങേപ്പുറത്ത് പഞ്ചായത്ത് മാറി, താലൂക്കും മാറി. മണ്ണാർക്കാട് താലൂക്കാണ് എൻ്റെ അപ്പുറത്തുള്ള ആൾ. അയാൾ പറയും എൻ്റെ പടിഞ്ഞാറ് വശത്താണ് റോഡാ പറയും. ഇത്രയേ ഉള്ളൂ. ഞാൻ കിഴക്ക് പറയുന്ന ആളെ തന്നെ അടുത്ത ആൾ എന്താ പറയുന്നത്? പടിഞ്ഞാറ് എന്നാണ് പറയുന്നത്. എന്താ ഇപ്പം നേരത്തെ പറഞ്ഞ്, ഏതു ദിക്കിലിരിക്കിലും തന്നെ പറ്റുമോ? നോക്കിക്കോളൂ, രാവിലെയൊക്കെ സൂര്യനെ നോക്കിയിട്ട് കിഴക്കോട്ടെ പറ്റുമെങ്കിൽ ആയിക്കോളൂ. പക്ഷെ അയിമ്പിലൊന്നും ഒരുപാട് പിടിച്ചിട്ട് തൂങ്ങണ്ട. എങ്ങോട്ട് തിരിഞ്ഞിരുന്നാലും ഒരു കുഴപ്പമില്ല. നാമജപത്തിന് അങ്ങനെയുള്ള നിഷ്കർഷകൾ ഒന്നുമില്ല. ആകെ വേണ്ടത് എന്താണ്? ആകെ വേണ്ടത് എന്താ? നാവേ വേണ്ടു. അത് നമ്മുടെ അടുത്ത് ഇല്ലേ? അതാണ് ഇവിടെ ചോദിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ള ശ്ലോകമാണ്. നോക്കാം. പാടിയതാണ്. അവസാനം പറഞ്ഞ എന്താ? നാവൊന്നേ വേണ്ടാന്നൊക്കെ പറയണം അല്ലേ? ദക്ഷിണാമൂർത്തിയാണ് സംഗീതം ഒക്കെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നോക്കാം. അപ്പോൾ ഇവിടെ ഇനി ഇതിൻ്റെ അധികാരി ഭേദത്തിനെ കുറിച്ചാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ.
ഋ അപ്പോഴേക്ക് അക്ഷരം അതായി. ആരാണ് നാമം ചെല്ലാൻ യോഗ്യൻ? അതിൻ്റെ അധികാരി ആരാണ്? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുടൻ അരുതാത്തതല്ല ഹരി നാരായണായ നമ. ആർക്കൊക്കെയാവാം? ഋതുവായ സ്ത്രീക്ക് അല്ലേ? ശുദ്ധാശുദ്ധം നോക്കണ്ടെന്ന് പറയണം. ഋതുവായിരിക്കുകയാണ്, ശുദ്ധമില്ലാത്ത അവസ്ഥയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അപ്പോഴും എന്താവാം? ഇത് എഴുത്തച്ഛൻ പറഞ്ഞതാണ്. ഋതുവായ പെണ്ണിനും ആദ്യ പറഞ്ഞു. ഇനി അവസാനം ആരെ പറയണമെന്നറിയോ? ഭൂസുരൻ, ബ്രാഹ്മണൻ, അഗ്നിയജനം ചെയ്ത ഭൂസുരനും. അയാളെ കൊണ്ടുപോയിട്ട് എപ്പോഴാണ് പറഞ്ഞ? ക്രമത്തില് അവസാനം പറഞ്ഞു. ആദ്യം പറഞ്ഞത് ആരെ? ഋതുവായ പെണ്ണിനും. സ്ത്രീകളെപ്പോഴും മുന്നിലാണ് പറയുക. ഇവിടെ ഭാഗവത്തിലൊക്കെ ക്രിയായോഗം പറയുമ്പോൾ പറയും പൂജ സ്ത്രീകൾക്ക് വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറയുക. കാരണം സ്ത്രീകൾക്ക് അങ്ങനെയാണ്, മനസ്സങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര ഉറപ്പിച്ചിട്ട് മനസ്സ് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ത്രീ ഋതുവായ സ്ത്രീയാണോ നോക്കണ്ട, കുഴപ്പമില്ല. ഇവിടുത്തെ യോഗ്യത ഒന്നാണ്, ജിജ്ഞാസു ആയിരിക്കണം. അടുത്ത ആൾ ആരാ പറഞ്ഞ്? ഇരപ്പൻ. ഇരപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? യാചകനായിട്ടുള്ള ആള്, യാചിച്ചുകൊണ്ട് നടക്കുന്ന ആള്. ആദ്യം ഇവരെയൊക്കെ പറഞ്ഞ്. പിന്നെയോ ദാഹകൻ. ദാഹകൻ എന്ന് പറഞ്ഞാൽ ശവം ദഹിപ്പിക്കുന്ന ആള്. എന്നെങ്കിലും അയാൾക്ക് ശുദ്ധം ഉണ്ടാവുമോ? ഒരു ശവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ ദഹിപ്പിക്കുക? അടുത്ത എന്താ? അതും ശവം തന്നെ. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ശുദ്ധമായിട്ടിരിക്കാൻ പറ്റും? അയാൾ കൈകാര്യം ചെയ്യുന്നത് എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ കൈകാര്യം ചെയ്യുന്നത് ശവത്തിനെ തന്നെയാണ്. ദാഹകൻ. ഇനിയോ പതിതൻ, പതിച്ചവൻ, വീണവൻ. അതിൻ്റെ അർത്ഥം വീണമെന്നല്ല, പതനം പറ്റിയ, അതായത് ധാർമ്മികമായിട്ട് ജീവിക്കാതെ ധാർമ്മികമായ ജീവിതത്തിൽ താഴ്ച വന്നിട്ടുള്ളവൻ. പിന്നെയാണ് പറഞ്ഞത് അഗ്നിയജനം ചെയ്ത ഭൂസുരനും, ഹോമൊക്കെ ചെയ്യണ ഭൂസുരനും. ഇപ്പോൾ ആ ക്രമം നോക്കൂ. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും. ഏത് ദിവസം അതൊക്കെ പറ്റുക? ഒരു നാളും ആർക്കുമുടൻ അല്ലെ? ഹരിനാമ കീർത്തനമിതൊരു നാളും ആർക്കുമുടൻ അരുതാത്തതല്ല. എന്നും ആവാം. ഇത് ഒരു ദിവസവും പറ്റില്ല എന്നില്ല. ദിവസ നിയമങ്ങൾ ഇല്ല. ഇന്ന ദിവസേ ഇന്ന നാമം ജപിക്കാൻ പറ്റൂ, ദിവസ നിയമങ്ങളില്ല. എന്നും ആവാം. ആർക്കാവാം? ആർക്കുമാവാം. എന്ത് വേണം? നാവ് വേണം അല്ലേ? നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമ. അപ്പം നാമം ജപിക്കാതിരിക്കാനുള്ള ഉപാധിയായിട്ട് പലതിനെയും കാണണ്ട. നാമം ജപിച്ചോളൂ. പക്ഷെ എന്താ അവരിത്? നേരത്തെ പറഞ്ഞു, നാമവും മന്ത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. മന്ത്രം ജപിക്കുമ്പോൾ അതിനതിൻ്റെതായ ചിട്ടയും മട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ചിട്ടയും മട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോകണ്ട. എന്താ ഇതാവാം അല്ലേ? എന്താ നാമജപത്തിന് എന്തു വേണ്ട? ഇമാതിരിയുള്ള ഒരു കാര്യവും നോക്കണ്ട. ദിവസ നിയമങ്ങളില്ല. എന്നും ആവാം, ആർക്കുമാവാം. ജിജ്ഞാസുവായിരിക്കണം, താല്പര്യം ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അത് ആരായാലും കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോൾ എന്ത് പറഞ്ഞു? ആദ്യം അതിൻ്റെ സിംപ്ലിസിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞു. വേറെ ഒന്നും വേണ്ട, മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, സ്ഥലം നോക്കണ്ട, സമയം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അതിൻ്റെ യോഗ്യനായിട്ടുള്ള ഒരാളെ കുറിച്ച് യോഗ്യത എന്താണെന്ന് പറഞ്ഞു. നോക്കാം. അടുത്തത് അക്ഷരമാലാ ക്രമത്തിലാണല്ലോ പോണത്. അടുത്ത് നമ്മൾ അത്ര ഇപ്പോൾ ഉപയോഗിക്കാത്ത ചില അക്ഷരങ്ങളൊക്കെ ഉണ്ടാവും. എഴുത്തച്ഛൻ എന്തായാലും ഇങ്ങനെ എഴുതുന്നുണ്ട്. നമുക്കിപ്പോൾ 51 അക്ഷരം ഉണ്ടെന്ന് ഇപ്പോഴും മറക്കാതിരിക്കുന്നുണ്ട് അല്ലേ? ഒരു അക്ഷരത്തിന് ഒരു ശ്ലോകം, അതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കണം. ഒന്ന് നീട്ടിയിട്ട് പറയണം. ഋഭോഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളിപ്പാപിയെന്നു പറയുന്നാകിലും മനസ്സി
ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരു നാമങ്ങൾ ചൊൽക ഹരി നാരായണായ നമ. അത്യാവശ്യം നാമം ചെല്ലാനും ഈശ്വരീയമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ കളിയാക്കും. ഭോഷം എന്നൊക്കെ പറയാൻ എന്താ പൊട്ടൻ, അല്ലെങ്കിൽ നിന്ദാസൂചകമായിട്ടുള്ള വാക്കുകളാണ്. കഷ്ടം പൊട്ടൻ എന്നൊക്കെ പറയും. എന്താ ഇവൻ മഹാപാപിയാണ്, അതുകൊണ്ടാണ് എനിക്ക് അമ്പലത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരില്ലേ, പാപം ചെയ്തവരൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളിലൂടെ നാമം ജപിക്കുന്ന ആൾക്കാരെ നിന്ദാസൂചകമായിട്ട് പറയും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സി അവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊല്ലുക. അവരെന്തോ പറഞ്ഞോട്ടെ, അതെന്നെ കുറിച്ചിട്ടല്ല, അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പോണ്ട. ബഹുമാനവും സ്വീകരിക്കണ്ട, നിന്ദയും സ്വീകരിക്കണ്ട, ബഹുമാനവും സ്വീകരിക്കണ്ട. ബഹുമാനം സ്വീകരിച്ചാൽ എന്താ ഉണ്ടാവുക? നമുക്ക് അഹങ്കാരം വരും. ഞാൻ ഭക്തനാണ്, ഞാൻ വലിയവനാണ് എന്നുള്ള അഹങ്കാരം വരും. അപ്പോൾ നിന്ദയും സ്വീകരിക്കണ്ട, ബഹുമാനവും സ്വീകരിക്കണ്ട. ഇവിടെ നിന്ദയാണ് എടുത്തിട്ട് പറഞ്ഞത്. ആളുകൾ ചിലപ്പോൾ കളിയാക്കിയെന്ന് വരും, മഹാപാപിയാണെന്ന് പറഞ്ഞു വരും, പൊട്ടനാണെന്ന് പറയും, ഇല്ലെങ്കിലോ ചിലപ്പോൾ വട്ടനാണെന്ന് പറയും. ഇന്നത്തേക്ക് അവസ്ഥയിൽ അവന് കുറച്ച് ലൂസാണ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ എന്താ കരുതേണ്ടത്? ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരു നാമങ്ങൾ ചൊൽക ഹരി നാരായണായ നമ. ഇങ്ങനെയൊക്കെ കളിയാക്കിയ ഒരുപാട് മഹാന്മാരെ നമുക്ക് സമീപകാലത്ത് കാണാൻ സാധിക്കും. അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെയൊക്കെ ദൈവമില്ലാന്നും ദൈവം ശരിയല്ലാന്നും ഒക്കെ പറഞ്ഞ ആൾക്കാർ ഇന്നിപ്പോൾ അവർ നമ്മളെക്കാട്ടിലും വലിയ ഭക്തന്മാരാണ്. അങ്ങനെ എത്രയോ ആൾക്കാരെ നമ്മൾ പേരെടുത്തിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മുടെ പേപ്പറൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് ധാരാളം അറിയാം. ഒരു കാലത്ത് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു നടന്ന ആൾക്കാരിപ്പോൾ അമ്പലങ്ങളിലൊക്കെ കയറി അവിടെയൊക്കെ നമസ്കരിച്ചിട്ട് പൂവും പ്രസാദമൊക്കെ മേടിച്ച് തൊഴുത് നമസ്കരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഭക്തി വന്നുണ്ടല്ലോ, നമ്മളെക്കാട്ടിലും കുറച്ച് ഭക്തിയാവും ഏതോ ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എന്തായാലും ഇവിടെ പറയണം, നാമം ജപിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ ചിലപ്പോൾ എന്തു പറയും? ചിലർ കളിപ്പാവി എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ആവോ നമുക്കു തിരിയ എന്നുറച്ച് തിരുനാമങ്ങൾ ചൊൽക ഹരി നാരായണായ നമ. അപ്പോൾ നമ്മൾ രണ്ടിനും പോണ്ട. അവർ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ബഹുമാനം സ്വീകരിക്കാനും പോണ്ട, എന്തിനും പോണ്ട, ആ അപമാനവും നമ്മൾ സ്വീകരിക്കാൻ പോണ്ട. എത്രയില്ലേ അപ്പോൾ എന്താ ഇന്നത്തെ അത്ര തന്നെ ഞാൻ വിശദാക്കിയിട്ടില്ല. ഇന്നലെ നമ്മൾ 8 ശ്ലോകമാണ് 1.5 മണിക്കൂർ കൊണ്ട് പോയത്. ഇതിൽ എത്ര ഉണ്ട്? 66 ശ്ലോകങ്ങളുണ്ട്. ഒക്കെ കേൾക്കുമ്പോൾ തോന്നും വളരെയധികം സിമ്പിളാണെന്ന് തോന്നും. സിമ്പിൾ തന്നെയാണ് ഇനി. പക്ഷെ നമുക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് നമ്മുടെ ആചാര്യന്മാർ പല രീതിയിൽ ഹരിനാമകീർത്തനത്തിന് നമ്മുടെ എല്ലാ കാര്യം എങ്ങനെയാണ് ഇഷ്ടം പോലെ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ 21 ശ്ലോകങ്ങൾ, പകുതിയും കൂടി ആയിട്ടില്ല. അടുത്ത ശ്ലോകം നോക്കാം. ഈ പല കാര്യങ്ങൾക്കും പല മാച്ചിങ് ഒക്കെ വേണമെന്ന് പറയാം, പൊരുത്തങ്ങളൊക്കെ വേണം പറയാം. അപ്പോൾ ഇനി ഈ നാമജപത്തിനെ സംബന്ധിച്ചിട്ട് പൊരുത്തങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് പരിചയമില്ലാത്തൊരക്ഷരമാണ് അവിടെ കാണുക. അതിൻ്റെ ഏകദേശം ഒരു ഉച്ചാരണം വരിക എലു എന്നാണ്. എലു ലസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലുമിതജിതൻ്റെ നാമഗുണമതിനിങ്ങു വേണ്ട ദൃഢം ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരി നാരായണായ നമ എന്ന് കേട്ട് നോക്കാം.
അവിടെ ഒരു പൊരുത്തത്തിനെ കുറിച്ചിട്ട് പറയണം. ലക്ഷ്മാതി ചേർത്തൊരു എന്താ അത് പല കാര്യങ്ങൾക്കും പല പൊരുത്തങ്ങളും നോക്കാറുണ്ടത്രേ, ഈ ജ്യോതിഷപ്രകാരമായാലും മറ്റ് പല രീതിയിലും. അപ്പോൾ പണ്ട് കാലത്ത് ഒരു ഗുരു ഒരു ശിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ആ ശിഷ്യനെ നല്ലവണ്ണം നിരീക്ഷിച്ചിട്ട് അവൻ്റെ സ്വഭാവമൊക്കെ കണ്ടിട്ട് നിനക്ക് ഇന്ന നാമം എന്ന് പറഞ്ഞിട്ട് ഒരു നാമം ഉപദേശിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാണ് പറയുക. പിന്നെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടും നാമ ഉപദേശം മന്ത്രോപദേശമൊക്കെ ആര് കൊടുക്കും? ഗുരു കൊടുക്കുന്ന പറയുകയാണ്. പക്ഷെ ഇവിടെ ഈ നാമജപത്തിന് ആയിട്ട് എന്ത് നോക്കണ്ട, ഈ പൊരുത്തം നോക്കണ്ട. ഇവിടെ പറയാൻ പോകുന്നത് എന്താണ്? അജിതന്റെ നാമഗുണം അതിനിങ്ങു വേണ്ട ദൃഢം. ഇവിടെ അജിതനെ കുറിച്ചിട്ടാണ്. അജിതൻ എന്ന് പറഞ്ഞാൽ ആരാലും ജയിക്കാൻ സാധിക്കാത്തവൻ. ഭഗവാനെ വേറൊരാൾക്ക് ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാന് അജിതൻ, അജയൻ ഒക്കെ പേരുകളൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലാതെ ഒരിക്കലും ജയിക്കാത്തവനൊന്നല്ല അർത്ഥം. ആരാലും ജയിക്കപ്പെടാത്തവൻ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ നാമങ്ങൾ ചെല്ലുന്നതിന് വേണ്ടിയിട്ട് എന്ത് നോക്കണ്ട? പൊരുത്തം നോക്കണ്ട. ഇപ്പം നേരത്തെ പറഞ്ഞു യോഗ്യതകൾ ഇങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആരാണ് നാമജപത്തിനുള്ള അർഹൻ, ആരാണ് അതിൻ്റെ യോഗ്യത എന്താണ്, എന്തൊക്കെ പറഞ്ഞു? ശുദ്ധാശുദ്ധങ്ങൾ നോക്കണ്ട. ഋതുവായ സ്ത്രീയാണെങ്കിലും പതിതനാണെങ്കിലും ശവം ദഹിപ്പിക്കുന്ന ആളാണെങ്കിലും യാചകനാണെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പം ഇന്ന രീതിയിൽ ഇനി പറയാണ് ഒരു പൊരുത്തവും നോക്കണ്ട. കാരണം ഇവിടെ എന്താണ്? അജിതന്റെ നാമഗുണമാണ്. അതിന് ഇനി നാമത്തിന് വല്ല കുറവുണ്ടോ? ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ, ഒരു കോടി കോടി തവ തിരുനാമങ്ങളുണ്ട്, അതിലേതും അരുതാത്തതില്ല. ചില ആൾക്കാരൊക്കെ ചോദിക്കും സഹസ്രനാമം സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുമോ? ഇവിടെ വേർതിരിവന്നെയില്ല നമ്മുടെ കാര്യത്തിൽ, സ്ത്രീനോ പുരുഷനോ എല്ലാവർക്കും ചെല്ലാം. പിന്നെന്താ? ശ്രദ്ധയോട് കൂടിയിട്ട് ചെല്ലണം. ആണ് ലളിതാ സഹസ്രനാമൊക്കെ രഹസ്യം എന്നൊക്കെ പറയും. രഹസ്യം പറഞ്ഞാൽ എന്താ? ആരും കേൾക്കാതെ കാതിൽ പോയിട്ട് ചെല്ലണം എന്നല്ല അതിൻ്റെ അർത്ഥം. ശ്രദ്ധയോട് കൂടിയിട്ട് ചൊല്ലണം. കാരണം അക്ഷരത്തെറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അക്ഷരത്തെറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ അക്ഷരത്തെറ്റ് ഇല്ലാതെ വായിക്കുമ്പോഴാണ് നമ്മൾ അറിഞ്ഞിട്ടൊന്നും തെറ്റിക്കില്ലല്ലോ. നമുക്കൊരു സംവിധാനമൊന്നുമില്ല അതൊക്കെ പഠിപ്പിച്ച് തരാനോ ഇല്ലെങ്കിൽ താല്പര്യമുള്ളവനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പഠിക്കാന്നല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയൊന്നും നമുക്ക് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ തെറ്റുന്ന പേടിച്ചിട്ടൊന്നും മാറി നിൽക്കണ്ട. ഭാഗവത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞിട്ടുള്ളത്? സവാഗ്യസർഗോ ജനതാക സംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്തിരി. പ്രതിശ്ലോകങ്ങളുണ്ടെങ്കിലും ഓരോ ശ്ലോകത്തിൽ അബദ്ധമാണെങ്കിലും കൂടി നാമം ജപിക്കാൻ പേടിക്കണ്ട. ഇവിടെ പറയാണ് ഏത് നാമവും കോടിക്കണക്കിനുള്ള നാമം. ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരി നാരായണായ നമ. ഏത് നാമവും ജപിക്കാം, അതിന് ഒരു അരുതാത്തതും ഇല്ല. ഏത് നാമവും എപ്പോഴും ജപിക്കാം. എപ്പോൾ ജപിക്കാം? സമയ നിയമങ്ങളുണ്ടോ? നമുക്ക് നാമജപത്തിൻ്റെ ആ സിംപ്ലിസിറ്റിയെ കുറിച്ച്, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള അതിൻ്റെ പ്രായോഗികതകളെ കുറിച്ചിട്ടാണ് ഇവിടെ കുറച്ച് ശ്ലോകങ്ങളായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇന്ന പ്രദേശം വേണമെന്നില്ല, ഇന്ന സമയം വേണമെന്നില്ല, ഇന്ന ആൾക്കാർ വേണമെന്നില്ല. അങ്ങനെ ആദ്യം അത് പറഞ്ഞു. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ആരാണ് എന്ന് നോക്കണ്ട. ഇനി ഏത് നാമാന്നും നോക്കണ്ട. ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരി നാരായണായ നമ. 22 ശ്ലോകങ്ങളായി 66 ബാക്കിയുണ്ട്. ഇപ്പോൾ നിർത്തിയാൽ നിങ്ങൾക്കൊക്കെ ഒരു 9 കാലാവുമ്പോഴെങ്കിലും വീട്ടിലൊക്കെ എത്താൻ സാധിക്കും. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഹരിനാമ കീർത്തനത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഈ നോക്കൽ അല്ലേ, ഒരു ചെറിയ ഒരു വിചാരം ചെയ്ത് നമ്മൾ ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ ഇപ്പോൾ പറഞ്ഞ സമയം ഉച്ചവരെയാണ് അല്ലേ. നാളെ രാവിലെ 9 എത്ര പറഞ്ഞാണ്? 9 ആണെങ്കിൽ 9 മണി മുതൽ ഒരു ഉച്ചവരെയാണ്. നമുക്ക് ഇടയ്ക്ക് ഒരു ബ്രേക്കോട് കൂടിയിട്ട് ഒരു 10:30 ഒരു 15 മിനിറ്റ് നിർത്താം, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എന്നിട്ട് ബാക്കി ഭാഗം നോക്കാം. അങ്ങനെ നാളെ 2 സെക്ഷനുകളായിട്ട് നമുക്ക് നോക്കാം, പറ്റുന്നത്ര നോക്കാം. ചില ശ്ലോകങ്ങൾ നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ മനസ്സിലാക്കിയാലും മതിയാവാത്തതാണ്. അത്രയ്ക്ക് വിപുലമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. എല്ലാം അങ്ങനത്തെ തന്നെയാണ്. കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും, എങ്കിലും ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ളവയാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? എളുപ്പത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഉപനിഷത്തിലും വേദപുരാണങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കത്തക്ക രീതിയിൽ അക്ഷരമാല ക്രമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ചൊല്ലണം നമ്മൾ.
സന്ധ്യാസമയങ്ങളിൽ പണ്ട് വീടുകളിൽ ഇതൊക്കെ ഉയർന്നു കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വീടുകളിലും ഇനിയും ഇത് ഉയരാൻ ഇടവരട്ടെ. അങ്ങനെ ആ വെളിച്ചത്തിൽ നമ്മുടെ വീട്ടിലെ അന്ധകാരമൊക്കെ ഇല്ലാതാകട്ടെ. ഈശ്വര അനുഗ്രഹം നമ്മുടെ വീടുകളിലും കളിയാടട്ടെ. അതിനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാകുമാറാകട്ടെ എന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വാമി ശരണമയ്യപ്പ. ആ ബുക്ക് ഇന്നും തിരിച്ചുവിടാൻ മേടിച്ചു വെക്കാം നമുക്ക്. കാരണം എന്താ, അത് മറക്കണ്ട വെച്ചിട്ടാണ്. നാളെ അത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തരാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.